ധന്യനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമം ഈ പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉപവാസത്തിന്റെയും ആത്മതപനത്തിന്റെയും ആറാമത്തെ ദിനത്തിൽ നിങ്ങളെ ക്രിസ്തുയേശുവിൽ അഭിസംബോധന ചെയ്തതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. വിശേഷിച്ച് ദൈവസഭയ്ക്ക് ദൈവാത്മാവിനാൽ നിയുക്തനായിരിക്കുന്ന ഞാൻ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കർത്താവിന്റെ അഭിഷേകൻ പാസ്റ്റർ റേണി അവറുകൾ തന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയ കർത്താവിന്റെ അഭിഷിക്തൻ, വന്നു ചേർക്കപ്പെട്ടിരിക്കുന്ന സ്നേഹനിധികളായ വത്സല്യ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും ഞാൻ ഈ സമയം അറിയിക്കുകയാണ്. കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് ആമേൻ പ്രാർത്ഥിക്കുകയാണ്. മുഖവരികളൊന്നും തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കാതെ പരിശുദ്ധാത്മാവ് എൻ്റെ അകത്ത് തന്ന ഒരു ചെറിയ ദൂത് നിങ്ങളുമായിട്ട് പങ്കുവെച്ച് ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ഒത്തിരി പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നമുക്ക് ഒരുമിച്ചായിരിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഒത്തിരി സന്തോഷമാണ് ഇന്ന് പകലോടെ നിൽക്കുന്നതിൽ. വിശേഷാൽ ഈ കർത്താവിന്റെ ദാസനോട് ചേർന്ന് വീണ്ടും ഒരുമിച്ചായിരിക്കാൻ കർത്താവ് തന്ന നല്ല അവസരം നന്ദി പറയുന്നു. ഒരുപാട് വേദികളിൽ ഒരുമിച്ച് നിൽക്കാൻ കർത്താവ് അവസരം തന്നതിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ വേഗത്തിലൊരു കൂടിക്കാഴ്ച കർത്താവ് തന്നതിന് നന്ദി കരയറ്റുന്നു. പ്രതീക്ഷിച്ചതല്ല ഇവിടെ ഇങ്ങനെ വരുമെന്നുള്ളത്, എന്നാൽ എല്ലാം ദൈവത്തിന്റെ ഹിതമായിരുന്നു, ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നു. ചിലരൊക്കെ എന്നെ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തൊട്ടപ്പുറത്ത് കുമ്പംകുളത്തെ ബിൽഡിങ്ങില് ഒരു ചെറിയ ചർച്ച എനിക്ക് കർത്താവ് തന്നിട്ടുണ്ട്. അവിടുത്തെ ശുശ്രൂഷയുമായിട്ട് ഞാൻ ആയിരിക്കുന്നു. ആമേൻ. അവിടെയും ഇന്നും പകലും നാളെ ഇന്ന് പകലുമായിട്ടും നാളെ പകലുമായിട്ടും മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞ, പക്ഷേ അച്ഛൻ നിർബന്ധിച്ചത് കൊണ്ട് ഓടി വന്നതാണ്. ആമേൻ. കർത്താവ് സഹായിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു തിരുവചന വേദഭാഗം വേഗത്തിൽ വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 66-ാമത്തെ വാക്യവും 79-ാമത്തെ വാക്യവും ഒരാൾക്ക് ശബ്ദമുയർത്തി വായിച്ച് സഹായിക്കാം. ലൂക്കോസ് 1:66, 79. പറഞ്ഞു. 79-ാമത്തെ വാക്യം. ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. നമുക്കൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ഈ പകലിൽ പരിശുദ്ധാത്മാവേ ഞങ്ങളോട് സംസാരിക്കണം, ഞങ്ങളോട് ഇടപെടണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ ഒരുമിച്ച് അല്പസമയം ദൈവത്തിന് സ്തോത്രം പറഞ്ഞു തുടങ്ങിയാട്ടെ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് സ്തോത്രം ചെയ്യുന്നുണ്ട്. അതരങ്ങളെ ചലിപ്പിച്ചുകൊണ്ട്, വായെ തുറന്നുകൊണ്ട്, ആത്മനിറവ് പ്രാപിച്ചവർ, അഭിഷേകം പ്രാപിച്ചവർ അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്തു തുടങ്ങിയാട്ടെ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് സ്തോത്രം ചെയ്തു തുടങ്ങിയാട്ടെ. ആരും മൗനമായിരിക്കരുത്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് അന്യഭാഷ പ്രാപിച്ചവർ അല്പസമയം ഒരുമിച്ച്, അഭിഷേകം പ്രാപിച്ചവർ ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് സ്തോത്രം ചെയ്തു തുടങ്ങിയാട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ തടസ്സങ്ങളും മാറട്ടെ. എല്ലാ വെല്ലുവിളികളും ആത്മാവിൽ പൊളിയുവാൻ, ദൈവ സാന്നിധ്യം ഇതിനകത്ത് ചലിക്കുവാൻ, അഭിഷേകം ഇതിനകത്ത് വെളിപ്പെടുവാൻ, ഈ ജനത്തോട് ദൈവാത്മാവ് ഇടപെടുവാൻ, സഭയ്ക്കകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ, ദേശത്തിന്റെ മേൽ ദൈവകരം ചലിക്കപ്പെടുവാൻ, പട്ടണത്തിന്റെ ആധിപത്യങ്ങൾ ആത്മാവിൽ പൊളിയപ്പെടുവാൻ, ഒരു ദൈവിക മഹത്വം ഇന്ന് പകൽ ഇതിനകത്ത് പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കുവാൻ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് അല്പസമയം ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ പകലിൽ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെടണം, സംസാരിക്കണം. വചനത്തിലെ ആഴങ്ങളെ, മർമ്മങ്ങളെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ കൈമാറുവാൻ, സാധാരണമായി ദൈവശക്തി ഞങ്ങളുടെ മേൽ പകരുവാൻ സർവശക്തിനെ അങ്ങ് സഹായിക്കുന്നതിനായി സ്തോത്രം. ആദ്യോടെ നമ്മളുടെ സാന്നിധ്യത്തിന് മറുപടി ഞങ്ങൾ അറിയിക്കണം. ഒരുമിച്ച് ശുശ്രൂഷിപ്പാൻ ഞങ്ങളുടെ മേൽ കൃപ നൽകണം. കൃപയെ ഞങ്ങളെ പൊതിയും. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണം. വലിയ ദൈവപ്രവൃത്തികൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സ്വർഗം അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ.
അതെ, കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ശക്തിയോടുകൂടെ, സന്തോഷത്തോടെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ ചേർന്ന് തന്റെ മിഷണറി യാത്രകളിൽ സന്തത സഹചാരിയായിട്ട് സഞ്ചരിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു അഭിഷിക്തനായിരുന്നു ലൂക്കോസ്. ലൂക്കോസ് 2 പുസ്തകങ്ങൾ ദൈവസഭയ്ക്ക് വേണ്ടി എഴുതപ്പെട്ടിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം. ഇത് 2 ചരിത്ര പുസ്തകങ്ങളായിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം ചരിത്ര പുസ്തകമായിട്ട് പഠിക്കുന്നതിന്റെ പിന്നിലെ കാരണം യേശുക്രിസ്തുവിന്റെ ജനനം, യേശുക്രിസ്തുവിന്റെ സ്നാനം, യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ, യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണം, യേശുക്രിസ്തുവിന്റെ അടക്ക, യേശുക്രിസ്തുവിന്റെ ഉയർപ്പ്, യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെ കുറിക്കുന്ന യേശുക്രിസ്തുവിന്റെ ചരിത്രത്തെ രേഖപ്പെടുത്തിയതുകൊണ്ട് ഈ പുസ്തകത്തെ ചരിത്ര പുസ്തകമായിട്ട് കണക്കാക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിനകത്ത് പിതാവിൽ നിന്ന് കേട്ട വാഗ്ദത്തത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കാൻ പറയുമ്പോൾ അവരൊരുമിച്ച് 2-ാം അധ്യായത്തിൽ വിരിച്ചിരിക്കും മാളിക മുറിക്കകത്ത് 120 പേർ ചേർന്ന് ഒരുമിച്ച് കാത്തിരിക്കുമ്പോൾ പിളർന്ന അഗ്നിനാവ് പോലെ കൂടിയിരുന്നവരുടെ മേലേക്ക് പരിശുദ്ധാത്മാവ് വന്ന് പതിച്ചു. അവർ അന്യഭാഷയിൽ ആത്മാവിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ 1:8 പറയുന്നു, ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് ആത്മനിറവ് പ്രാപിക്കപ്പെട്ട അപ്പോസ്തലന്മാരിലൂടെ പരിശുദ്ധാത്മാവ് ചെയ്യിപ്പിച്ചെടുത്ത അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും വിവിധ വീര്യപ്രവൃത്തികളെയും ചരിത്രങ്ങളെ രേഖപ്പെടുത്തിക്കൊണ്ട് അപ്പോസ്തല പ്രവൃത്തികൾക്ക് വിരാമം കുറിച്ച് സന്ദേശത്തെ അവസാനിപ്പിക്കുമ്പോൾ ഇതും ഒരു ചരിത്ര പുസ്തകമായിട്ട് ഇവിടെ കണക്കാക്കുകയാണ്. അങ്ങനെ ലൂക്കോസിന്റെ സുവിശേഷം ഒരു ചരിത്ര പുസ്തകമായി രേഖപ്പെടുത്തുമ്പോൾ 1-ാമത്തെ അധ്യായത്തിനകത്ത് 2 കുടുംബങ്ങളെ പരിചയപ്പെടുത്തുന്നതായിട്ട് കാണാൻ കഴിയുന്നു. 2 കുടുംബങ്ങൾ. അതിൽ ഒരു കുടുംബത്തെ കുറിച്ച് നമ്മൾ വേഗത്തിൽ എനിക്ക് ലഭിച്ച സമയത്തിനകത്ത് പറഞ്ഞ് നിങ്ങളുമായിട്ട് സന്ദേശത്തെ കൈമാറി പ്രാർത്ഥിപ്പാനായിട്ട് ഞാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുകയാണ്. നമ്മൾ വായിച്ച വാക്യം, കേട്ടവരെല്ലാം അത് ഹൃദയത്തിൽ നിക്ഷേപിച്ചു. ഈ പൈതൽ എന്തായി തീരുമെന്ന് പറഞ്ഞു. കർത്താവിന്റെ കരം അവനോട് കൂടെ ഉണ്ടായിരുന്നു. 79-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ഇന്ന് പകൽ നമ്മൾ ഒരുമിച്ച് സന്ദർശനം എന്ന പദത്തിനകത്ത് നിന്നുകൊണ്ട് ഒരു ദൂത് നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക. സന്ദർശനം എന്ന വാക്കുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? സന്ദർശനം എന്ന വാക്കുകൊണ്ട് നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് പറയാമോ? സന്ദർശനം എന്ന വാക്കുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? പറഞ്ഞാട്ടെ, എന്താ സന്ദർശനം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? അയ്യോ, നിങ്ങളാരും വരുന്നില്ല എന്നോടെ. എന്താ സന്ദർശനം? വന്ന് കാണുക, പോയി കാണുക, അല്ലേ? ഇതൊക്കെയല്ലേ? അയ്യോ, നിങ്ങളാരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഇവിടെ അടുത്തുള്ള ഭാഷ എന്ന് പറഞ്ഞുകൊണ്ടാണ് മിണ്ടാത്തെ. സ്തോത്രം. അതൊന്നും വേണ്ട, നമ്മളെല്ലാം ക്രിസ്തുവിൽ ദൈവത്തിന്റെ മക്കളാ. ഒരാമയം പറഞ്ഞേ, കർത്താവ് സഹായിക്കട്ടെ. എൻ്റെ കൂടെ നിൽക്കണേ. പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടട്ടെ. ആമേ. കർത്താവ് നമ്മളോട് സംസാരിക്കും. വിസിറ്റിംഗ്, സന്ദർശനം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെയാണ്. എന്നാൽ ബൈബിള് പഠിച്ചപ്പോൾ ഈ 1-ാം അധ്യായത്തിനകത്ത് സന്ദർശനം എന്ന വാക്കുകൊണ്ടുള്ള അർത്ഥത്തെ പരിശുദ്ധാത്മാവ് എനിക്ക് മനസ്സിലാക്കി തന്നത്, ഇവിടെ കൊടുത്ത സന്ദർശനത്തിന്റെ ശരിയായ അർത്ഥം നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന ഒരു വാക്കുണ്ട്. ദൈവമേ, പിന്മാറി നിൽക്കുന്ന എൻ്റെ ഭർത്താവിനെ നീ എന്ത് ചെയ്യണം? സന്ദർശിക്കണം. പിന്മാറ്റത്തിലായ എൻ്റെ തലമുറകളെ നീ എന്ത് ചെയ്യണം? ഈ വാക്കുകൊണ്ട് എന്താണ് നമ്മൾ അർത്ഥമാക്കുന്നത്? ഇടപെടണം. നല്ല വാക്ക്. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇടപെടണം എന്ന വാക്കാം. എന്നാൽ എനിക്കിന്നും മനസ്സിലാക്കാത്തൊരു വാക്കുണ്ട്. ദൈവമേ, എൻ്റെ ശത്രുക്കളെ നീ എന്ത് ചെയ്യണം? പറ, സന്ദർശിക്കണം. ഈ വാക്കുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? പറ. എന്താണ് അർത്ഥമാക്കുന്നത്? അച്ഛൻ പറഞ്ഞു കൊല്ലണമെന്നാണ്. ഏറെക്കുറെയൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അവരുടെ തകർച്ചയാണ് നമ്മൾ എന്ത് ചെയ്യുന്നേ? ആഗ്രഹിക്കുന്നത്. പക്ഷെ ഈ അധ്യായത്തിനകത്ത് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന സന്ദർശനം എന്ന വാക്കിന്റെ അർത്ഥം തകർച്ചയോ പരാജയമോ കൊല്ലുകയോ ഇല്ലാതാക്കുകയോ ഉന്മൂലനാശം വരുത്തുകയോ ഇതൊന്നുമല്ല. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന പദത്തിന്റെ അർത്ഥം, ഇതിന്റെ അർത്ഥം ഒരുവൻ ഏത് അവസ്ഥയിലായിരിക്കുന്നോ
ആ അവസ്ഥയിൽ നിന്ന് അടുത്തൊരു നിലവാരത്തിലേക്ക് മാറ്റിമറിക്കപ്പെടുന്നതിനാണ് ദൈവത്തിന്റെ സന്ദർശനം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഈ ദൈവസഭയെ നോക്കി, ഇതിനകത്തിരിക്കുന്ന കുടുംബങ്ങളെ നോക്കി, വ്യക്തികളെ നോക്കി ആത്മാവ് പ്രാരംഭത്തിൽ ഒരു ദൂത് പറയുകയാണ്. ദൈവത്തിന്റെ സന്ദർശനം ഇതിനകത്ത് ദൈവം അയക്കാൻ പോകുകയാണ്. 2025 തീരാൻ ചില മണിക്കൂറുകൾ മാത്രം നമ്മുടെ മുമ്പിൽ അവശേഷിപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, എവിടെയൊക്കെയോ ചില മാറ്റങ്ങൾക്ക് ആഗ്രഹിക്കുന്ന, ഏതൊക്കെയോ ചില വിഷയങ്ങൾക്കകത്തളത്തിൽ ചില മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവർ ഇതിനകത്തിരിപ്പുണ്ട്. അവരോട് പരിശുദ്ധാത്മാവ് പറയുന്നത്, ഇന്ന് പകൽ ഇതിനകത്ത് ചിലരെ മാറ്റിമറിക്കുന്ന, അവസ്ഥകളെ മാറ്റുന്ന, സ്ഥിതികളെ മാറ്റിമറിക്കുന്ന, അന്തരീക്ഷങ്ങളെ മാറ്റുന്ന, തലത്തെ മാറ്റിമറിക്കുന്ന ഒരു അസാധാരണ ദൈവിക സന്ദർശനം ഇതിനകത്ത് ചലിക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേർ ഈ ദൂതിനോട് ആമേൻ പറയാൻ വേണ്ടി തയ്യാറാകുന്നവരുണ്ട്? വിശ്വസിക്കുന്നവർ ഒരുമിച്ച് അല്പസമയം ദൈവത്തിന് ആമേൻ പറഞ്ഞു തുടങ്ങിയാട്ടെ. ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, ദൈവസഭയ്ക്കകത്ത് ഒരു സന്ദർശനം വെളിപ്പെടാൻ പോകുക. ഇന്നലകളിൽ കിടന്നതുപോലെ, ഇന്നലകളിലായിരുന്നത് പോലെയല്ല. തലമുറകളുടെ മേൽ ഒരു സന്ദർശനം വെളിപ്പെടാൻ പോകുക. ഇന്നലകളിൽ ഇരുന്നത് പോലെയല്ല. ആമേ കുടുംബങ്ങളുടെ മേൽ ഒരു സന്ദർശനം വെളിപ്പെടാൻ പോകുക. ഇന്നലകളിൽ ഇരുന്നത് പോലെയല്ല. ഇതിനൊരു മാറ്റം സംഭവിക്കാൻ പോകുക. പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ ആമേ എല്ലാ നിലവാരത്തിനകത്തും അന്തരീക്ഷത്തെ ദൈവാത്മാവ് തിരിക്കുമെന്ന് പറഞ്ഞ എത്ര പേർ ഈ ദൂതിനോട് ആമേൻ പറയാൻ തയ്യാറാകുന്നവരുണ്ട്? അവർ ഒരുമിച്ച് ദൈവത്തിന് ഇന്ന് പകൽ ആമേൻ പറഞ്ഞു തുടങ്ങിയാട്ടെ. ഇതിനകത്തൊരു സന്ദർശനം ദൈവം കൈമാറപ്പെടാൻ പോകുക. ഞാൻ വിശ്വസിക്കുന്നു ഈ പട്ടണത്തിനകത്തൊരു സന്ദർശനത്തെ ദൈവം അയക്കാൻ പോകുക. നാളുകളുടെ നീള കൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ച ഒട്ടനവധി പ്രാർത്ഥന ഈ അന്തരീക്ഷത്തിനകത്ത് തങ്ങി നിൽക്കുന്നുവെന്ന് നാം പറയുമ്പോൾ ഞാൻ പറയുന്നു, ഇല്ല, ഇത് സ്വർഗം ഏറ്റെടുത്തിട്ടുണ്ട്. ഈ പട്ടണത്തിനകത്ത് ഒരു ഉണർവ് ചലിക്കപ്പെടണമെന്ന്, ഈ പട്ടണത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമെന്ന്, ഈ പട്ടണത്തിലെ സഭകളെ നാമാവശേഷമാക്കിക്കൊണ്ട് ദൈവജനത്തെ തകർത്തു കളഞ്ഞുകൊണ്ട് ആമേ ദൈവമക്കളെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞ് പട്ടണത്തിനകത്ത് ദൈവപ്രവൃത്തികൾ വെളിപ്പെടുവാൻ അനുവദിക്കാതെ വന്ന് ദേശത്ത് പടർന്നു പന്തലിക്കുന്ന അന്ധകാര ശക്തികളെ, അതിന്റെ തേർവാഴ്ചകളെ ഇന്ന് ഈ പകൽ ആത്മാവിൽ വെട്ടുവാൻ സഭ ദൈവാത്മാവിൽ ഇതിനകത്ത് എഴുന്നേൽക്കുന്നുവെങ്കിൽ ഈ രാത്രിയിൽ ആത്മാവ് പ്രവചിച്ചു പറയുന്നു, ചില ആത്മാവിൽ പൊളിയുന്നു. ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ചേ, ഒരു സന്ദർശനം എന്റെ ദേശത്ത് വെളിപ്പെടണമെന്ന്, എന്റെ പട്ടണത്തിനകത്ത് വെളിപ്പെടണമെന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങുന്നു. ഈ സഭ ശൂന്യമായി പോകാനുള്ള സഭയല്ല. ഈ പട്ടണം ദൈവത്തെ അറിയപ്പെടണം. നിറവിൽ അഭിഷേകത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ അല്പസമയം ഒരുമിച്ച് 10 ദിവസം പട്ടിണി കിടന്നെന്ന് പറയാനല്ല ഉപവാസം. 10 ദിവസം പട്ടിണി ഇരുന്നെന്ന് പറയാനല്ല ഉപവാസം. 10 ദിവസത്തെ പ്രാർത്ഥനയുടെ റിസൾട്ട് നാളത്തെ ആരാധനയ്ക്കകത്ത് എന്റെ ദൈവം കൈമാറണമെന്ന് വിശ്വസിക്കുന്നു. Glory to Jesus. We worship you, Jesus. ആഗ്രഹിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇതിനകത്ത് ദൈവത്തിന്റെ മഹത്വമുള്ള കരച്ചിരിക്കപ്പെടും. സർവശക്തൻ നമുക്ക് വേണ്ടി ചെയ്യട്ടെ. ഒരു സന്ദർശനത്തെ ദൈവാത്മാവ് നമ്മുടെ മേൽ അയക്കട്ടെ. ഒരാമേൻ പറഞ്ഞാട്ടെ. സമയം പറഞ്ഞിരിക്കുന്നത് ഒരു നിശ്ചയ സമയം, അതിനകത്ത് ഇരുന്നില്ലെങ്കിൽ പിടിച്ചിരുത്തും എന്ന് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് വേഗത്തിൽ പറഞ്ഞ് നിർത്താൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക. ഞാൻ ഓർത്ത് 11 മണിക്ക് വരാൻ പറയുമ്പോൾ 12:30 സമയം തരും നിർത്താം. ഒരു ഇച്ചിരി നന്നായിട്ട് വേഗത്തിൽ കാര്യമൊക്കെ പറയാം, നിർത്താം. പോട്ടെ, ഉള്ള സമയത്തിനകത്ത് ഞാൻ പറഞ്ഞ് ഞാൻ നിർത്താം. എൻ്റെ കൂടെ നിൽക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. സന്ദർശനം അയച്ചാൽ സ്ഥിതിഗതികൾക്കൊരു മാറ്റമുണ്ടാകും. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. നമ്മളെല്ലാവരും വാകത്താനക്കാരാണ്, ജ്ഞാനിയാകുഴിക്കാരാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇവിടുത്തെ സഭകൾക്കകത്ത് വർധന
ദാനമല്ല നടക്കുന്നത്, ശോഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ആത്മാർത്ഥമായിട്ട് പറയുന്നു, ഞാനിവിടെ വന്നിട്ടില്ല. ഇവിടെയുള്ളവർ എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് എൻ്റെ ഇവിടുത്തെ ഞങ്ങളുടെ സ്വന്തം ആൻറ്റി ഉണ്ട്, പിന്നെ ഞങ്ങളുടെ മോളെന്ന് പുറകിലിരിക്കുന്നുണ്ട്. ഇവരെയൊക്കെ എനിക്കറിയാം. അവരൊക്കെ ആയിട്ട് ഞാൻ സഹകരിക്കുന്നവരാണ്, ഞങ്ങൾ സംസാരിക്കുന്നവരാണ്. ഞാൻ ഒരുമിച്ച് ഞാൻ ഈ ഇവിടുത്തെ ഞാലിയകുഴിയിൽ എത്ര സഭയുണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അത്ര സഭയ്ക്ക് വേണ്ടി, സഭകൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇവിടെ എത്ര വാകത്താനം പഞ്ചായത്തിനകത്ത് എത്ര കുടുംബങ്ങളുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾക്കറിയുമെന്ന് എനിക്കറിയത്തില്ല. വാകത്താനം പഞ്ചായത്തിൽ എത്ര പോപ്പുലേഷൻ ഉണ്ടെന്ന് എനിക്കറിയാം. ഇതെല്ലാം ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നയാളാണ്. ഒറ്റ കാര്യം, ഒരു ഉണർവുണ്ടാകണം. ഒരാമേൻ പറ. ഇവിടെ ഇരിക്കുന്നവർ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടെ ഇരിക്കുന്നവർ ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന സഭയല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ. ഒത്തിരി കുടുംബങ്ങൾ ദൈവത്തെ അറിയാത്തവരുണ്ടെന്ന് എന്തെന്നില്ല. 1050 കുടുംബമാണ് സ്തോത്രം വാകത്താന പഞ്ചായത്തിനകത്തുള്ളത്. അതിലൊരു 2000 കുടുംബം പെന്തക്കോസ്തുകാരാണെന്ന് എനിക്ക് സംശയം. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ബാക്കി 8000-ലധികം കുടുംബങ്ങൾ 8000-ലധികം കുടുംബങ്ങൾ ക്രിസ്തുവിനെ അറിയാം, പക്ഷെ അവർ സ്വീകരിച്ചിട്ടില്ല. അവരാ രക്ഷിക്കപ്പെടണ്ടേ? അതിനു വേണ്ടിയാ പ്രാർത്ഥിക്കണ്ടേ. ഈ 10 ദിവസത്തെ ഉപവാസത്തിനകത്ത് കൊച്ചിന് VR കിട്ടാൻ വേണ്ടിയും വിസ അടിക്കാനും സ്റ്റാമ്പ് ചെയ്യാനും അല്ല പ്രാർത്ഥിക്കേണ്ടത്. പട്ടണത്തിനകത്ത് ഉണർവ് വെളിപ്പെടാൻ പ്രാർത്ഥിക്കണം. സ്തോത്രം പറ. സ്തോത്രം. ചിലരുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, അവിടെ വന്ന് ഭാഷ ചർച്ച തുടങ്ങിയിട്ട് ഇതിനെതിരാ. ഒന്നുമല്ല. ആത്മഭാരത്തിനകത്ത് സഭ തുടങ്ങേണ്ടത്, സഭ പ്രവർത്തിക്കേണ്ടത്. എനിക്ക് നല്ല ഉറപ്പുണ്ട്, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദൈവദാസന് ആത്മഭാരമുള്ള ആളാ. അതുകൊണ്ട് മുഖം നോക്കാത്ത കാര്യം പറയുന്നത്. ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന ഒരാളാ. ഞാൻ പറയുന്നു, ഈ സഭയ്ക്ക് ഇങ്ങനെയല്ലായിരുന്നു, ഇതിനൊരു ചരിത്രമുണ്ടായിരുന്നു. ആ ചരിത്രത്തിലേക്ക് മടങ്ങി വരണമെങ്കിൽ സഭ ആത്മഭാരത്തിലേക്ക് കയറണം. അമ്മേ സ്തോത്രം. സമയം ഉണ്ടായിരുന്നു ഞാൻ പൊളിച്ചടുക്കി വെച്ച് തരായിരുന്നു. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗത്തിൽ ഓടിപ്പോവുക. ഒറ്റ വാക്കിനകത്ത് പറഞ്ഞ് സന്ദേശം നിർത്താം. നിങ്ങൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. പഴയ നിയമത്തെ 4 കാലഘട്ടങ്ങളായിട്ട് തിരിച്ചാൽ ആദ്യത്തെ കാലഘട്ടം പുരോഹിതന്മാരുടെ കാലഘട്ടമാണ്. ആരംഭിക്കുന്നത് അഹരോൻ മുതലാ. ഇവിടെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവരങ്ങോട്ട് വർദ്ധിച്ചു പെരുകി ഇങ്ങോട്ട് വരുന്നു. അടുത്ത കാലഘട്ടമായിരിക്കുന്ന ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിനകത്തും പുരോഹിതന്മാരുടെ കുടുംബത്തെ നോക്കിയാൽ അവർ വർദ്ധിച്ചു പെരുകി വരുന്നു. രാജാക്കന്മാരുടെ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അവിടെയും തദവസ്ഥ, ഇവർ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ വർദ്ധിച്ചു വരുന്ന പൗരോഹിത്യ കുടുംബത്തിനകത്തേക്ക് ശ്രദ്ധിച്ചാൽ ഇവർ പെരുകി വർധനവ് നടന്നുകൊണ്ടിരിക്കുക. ദാവീദ് രാജാവിന്റെ കാലഘട്ടത്തിലേക്ക് എത്തപ്പെടുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, ആലയത്തെക്കാൾ അധികമായി പുരോഹിതന്മാർ വർദ്ധിച്ചു വന്നതുകൊണ്ട് സ്തോത്രം ആലയത്തിനകത്ത് ശുശ്രൂഷിപ്പാൻ അവർക്ക് അവസരം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആലയത്തിൽ ശുശ്രൂഷിപ്പാൻ അവസരം കുറയുമ്പോൾ ദാവീദ് രാജാവിന്റെ കാലഘട്ടത്തിൽ 24 കൂറുകളായിട്ട് അവരെ ക്രമപ്പെടുത്തി ആലയത്തിനകത്ത് ശുശ്രൂഷിപ്പാൻ അവരെ ആക്കി വെക്കുന്നു. നറുക്കിട്ട് ദേവാലയത്തിൽ ശുശ്രൂഷിക്കായി കടന്നു വരുന്നവർ ആലയത്തിൽ ശുശ്രൂഷിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തി. അങ്ങനെ കാലഘട്ടങ്ങൾ വർഷങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചരിത്രം പറയുന്നു, വിശുദ്ധമായ ദേവാലയത്തിനകത്ത് പുരോഹിതന്മാർ മദ്യവും വീഞ്ഞും കൊണ്ടുവന്ന് സേവിക്കാൻ തുടങ്ങി. അങ്ങനെ മദ്യവും വീഞ്ഞും കൊണ്ടുവന്ന് സേവിക്കാൻ തുടങ്ങിയപ്പോൾ അവർ ഒരു കാര്യം മറന്നുപോയി. എന്ത് കാര്യം എന്ന് ചോദിച്ചാൽ, അവർക്ക് പിന്നിൽ വളർന്നു വരുന്ന ഒരുപറ്റം തലമുറകൾ ഉണ്ടെന്നുള്ള കാര്യം അവർ മറന്നുപോയി. എന്തു പറ്റി? അതുകൊണ്ട് തലമുറകൾക്ക് മുമ്പിൽ മാതൃക കാണിക്കേണ്ട പുരോഹിതന്മാർ മാതൃക കെട്ട ജീവിതം കാഴ്ചവെച്ചതുകൊണ്ട് തലമുറകളും അത് കണ്ട് വളർന്നതുകൊണ്ട് അവർ വഴിപിഴച്ചു പോയി. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, പിതാക്കന്മാർ മദ്യവും വീഞ്ഞുമാ കുടിച്ചതെങ്കിൽ സ്തോത്രം ദേവാലയത്തിനകത്തും പുറത്തും അവർ വ്യഭിചാരം ചെയ്യാൻ തുടങ്ങി. തലമുറകൾ വ്യഭിചാരം ചെയ്യാൻ തുടങ്ങി. ഞാൻ ഇങ്ങനെ പറയട്ടെ, മാതൃക കാണിക്കേണ്ട മാതാപിതാക്കൾ മാതൃക കാട്ടിയില്ലെങ്കിൽ പിന്നത്തേതിൽ തലമുറകളെ ഓർത്ത് നാം ദുഃഖിക്കേണ്ടി വരും. ഞാൻ ചോദിക്കുന്നു, മാതൃകയുണ്ടോ നമ്മുടെ ആത്മീയ ജീവിതത്തിനകത്ത്? എന്റെ ചോദ്യത്തിൽ നിങ്ങൾക്ക് ഉത്തരം തരാൻ കഴിയുന്നുവെങ്കിൽ ഞാൻ വളരെ സന്തോഷമാണ്. ഒരു കാര്യം ഞാൻ ചോദിക്കാം, ആത്മീയതയ്ക്കകത്ത് നമ്മൾ മാതൃകയുള്ളവരാണോ? കുടുംബ ജീവിതത്തിനകത്ത് നമ്മൾ മാതൃകയുള്ളവരാണോ? പൊതു സമൂഹത്തിന്റെ മുമ്പിൽ നമ്മൾ മാതൃകയുള്ളവരാണോ? ചോദിക്കട്ടെ, അങ്ങനെ ഒരു മാതൃക വളർന്നു വരുന്ന തലമുറയ്ക്ക് മുമ്പിൽ നമുക്ക് കാണിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഞാൻ പറയുന്നു, അമ്പമ്പേ, നമ്മൾ പരാജയപ്പെട്ടവരാ. എന്താ കാരണം? വരുന്ന തലമുറ നാട്ടുകാരെ കണ്ടല്ല പഠിക്കേണ്ടത്. ഇവിടുത്തെ പ്രസിദ്ധരെയും പ്രശസ്തന്മാരെ കണ്ടല്ല പഠിക്കേണ്ടത്. തലമുറകൾ പഠിക്കേണ്ടത് നമ്മെ കണ്ടാ പഠിക്കേണ്ടത്.
നിങ്ങൾ ആരും എൻ്റെ കൂടെ വരുന്നില്ല. ഒന്നും കൂടെ ഞാൻ പറയാം, ഈ ഭൂമിയിൽ നമുക്ക് തരുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ഇന്നോവ ക്രിസ്റ്റ കാറോ, ഇവിടുത്തെ വലിയ എസ്റ്റേറ്റോ, ഇവിടുത്തെ മണിമാളികകളോ, ഇവിടുത്തെ സമ്പത്തോ ഒന്നുമല്ല. ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് ദൈവം തന്ന തലമുറയാ. സ്തോത്രം പറയുന്നില്ല ആരും. നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം സ്തോത്രം തലമുറയാ. എന്താ തലമുറ എന്ന് പറയാൻ കാരണം? നോക്ക്, പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയകൾ എടുത്തു കഴിഞ്ഞാൽ 18 വയസ്സിന് താഴെയും 25 വയസ്സിനും ഇടയിലുള്ള ചെറുപ്പക്കാരുടെ അക്രമാസക്തമായ അല്ലെങ്കിൽ അവരുടെ വഴിവിട്ട ജീവിതത്തെ കുറിച്ച് നമ്മൾ കാണുകയും കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നവരാ. എന്റെ ചോദ്യം, നിങ്ങളുടെ വീട്ടിനകത്ത് അങ്ങനെ ഒരു തലമുറയുണ്ടെങ്കിൽ ഇന്ന് പകലിവിടെ സന്തോഷത്തോടെ വന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇല്ല. കാരണം അതൊരു വലിയ വേദന ഉളവാക്കുന്ന കാര്യമാണ്. എന്നാൽ ഈ പകൽ ഞാൻ ആത്മാവിൽ പറയുന്നു, എങ്കിലും ഇതിനകത്ത് അത്രത്തോളം മനുഷ്യൻ അറിയാതെ നിങ്ങളുടെ വീടിനകത്ത് മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരു വല്ലാത്ത നിലവാരത്തിൽ തലമുറകൾ ഓർത്ത് കരയുന്ന ദുഃഖിക്കുന്ന ചിലർ ഇതിനകത്തിരിപ്പുണ്ട്. അവരോട് ഇന്ന് പകൽ ആത്മാവ് ദൂത് വിളിച്ചു പറയുക, ആരോടും ഈ വിഷയത്തെ നിങ്ങൾ പങ്കുവച്ചിട്ടില്ലായിരിക്കാം, ആരുമായി ഈ വിഷയത്തെ പ്രാർത്ഥനയ്ക്ക് ഷെയർ ചെയ്തിട്ടില്ലായിരിക്കാം. പക്ഷെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം വിളിച്ചു പറയുന്നു, ഈ കണ്ണുനീരിനോ ഈ പ്രാർത്ഥനയ്ക്ക് സ്വർഗം ഒരു ഉത്തരം തരുന്ന ദിനമുണ്ട്. വിശ്വസിക്കാൻ പറ്റുന്നവർ ഒരുമിച്ച് എന്റെ ദൈവത്തിന് രാമേ പറഞ്ഞാട്ടെ. മാതൃകയില്ലാത്ത ജീവിതം നയിക്കപ്പെട്ട പിതാക്കന്മാരെ കണ്ട് തലമുറകൾ വഴി പിഴച്ചു പോയെങ്കിൽ ഞാൻ പറയുന്നു, തുറന്നു പറയട്ടെ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ ഞാൻ ചോദിക്കട്ടെ, എന്നെ കണ്ടു പഠിക്കടി മകളെ എന്ന് ഒരു മാതാവിന് പറയാൻ കഴിയണോ? എന്നെ കണ്ടു പഠിക്കട മകനെ എന്ന് ഒരു പിതാവിന് പറയാൻ കഴിയത്തക്ക രീതിയിൽ അവരുടെ മുമ്പിൽ ഒരു ജീവിതം കാഴ്ചവെച്ചാൽ അതിൽ പരം മറ്റൊരു അനുഗ്രഹം വേറെ ഇല്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു പദമുണ്ട്, സമൂഹത്തിന്റെ മുമ്പിൽ നമ്മൾ കൃത്യമാ അടിപൊളി വിശ്വാസിയാ. എന്റെ നാട്ടിലൊരു അച്ഛൻ പറയുന്നത് പോലെ വെട്ടുകല്ല് പോലത്തെ വലിയ ബൈബിളും കഷത്ത് വെച്ച് അല്ലെങ്കിൽ മാറോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ നാട്ടുകാരുടെ മുമ്പിൽ ഞായറാഴ്ച പോകുന്ന നമ്മളെ കണ്ട വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിലൊരു വിശ്വാസി പോകുന്നു എന്നാ. പക്ഷെ ഞാൻ ചോദിക്കുന്നു, ഒരു വിശ്വാസി എന്ന് മറ്റുള്ളവർ പറയണമെങ്കിൽ വിശുദ്ധ വസ്ത്രം ധരിച്ചത് കൊണ്ടോ സ്തോത്രം നല്ല ഒരു ബൈബിൾ ഇങ്ങനെ മാറോട് ചേർത്ത് വെച്ചത് കൊണ്ടോ ക്ലീൻ ഷേവ് ചെയ്തത് കൊണ്ടോ ആ ഒരു പേരിന് അർഹനായി തീരുന്നില്ല കേട്ടോ. തുറന്നു പറയട്ടെ, മാതൃകയുണ്ടാകണം. സ്തോത്രം പറഞ്ഞാട്ടെ. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഓടിപ്പോകുന്നത്. എനിക്ക് തന്ന സമയത്തിനകത്ത് ദൂത് നിങ്ങളോട് കൈ പറയുന്നത് തീർക്കാം. അപ്പൊ നോക്കാം, പരിശുദ്ധാത്മാ പറയുന്നത് മാതൃക വേണം തലമുറകൾക്ക് മുമ്പിൽ. മാതൃകയില്ലാത്ത കുടുംബം കാഴ്ചവെച്ച തലമുറകളുടെയും വഴിപിഴച്ച ജീവിതം കണ്ടിട്ട് ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ഇങ്ങനെയുള്ള തലമുറകൾ ഇനിയും പൗരോഹിത്യ കുടുംബത്തിനകത്ത് ജനിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം അവരുടെ വിവാഹം കഴിച്ചുകൊണ്ട് വരുന്ന സകല സ്ത്രീകളുടെയും കന്യകമാരുടെയും ഉദരത്തെ ദൈവം അടച്ചു കളഞ്ഞു. ഇന്ന് പകലൊരു ദൂത് പറയട്ടെ, ചിലതൊക്കെ അടയപ്പെടുമ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും, പിശാച് എന്റെ വാതിലടച്ചു, വഴിയടച്ചു, നന്മയടച്ചു, സമ്പത്തടച്ചു. നോ, ചിലതൊക്കെ അടയുന്നത് പിശാചാന്ന് എനിക്കും അറിയാം. എന്നാൽ എല്ലാം പിശാച് മാത്രമല്ല അടയ്ക്കുന്നത്, ചിലതൊക്കെ അടയ്ക്കുന്നതിന് പിന്നിൽ ദൈവവും അടയ്ക്കാൻ തയ്യാറാകും. മിണ്ടുന്നില്ല ആരും. ചിലതൊക്കെ ദൈവം അടച്ചു കളയും കേട്ടോ. എന്നിട്ട് ഈ പകൽ പരിശുദ്ധാത്മാവ് പറയുക, അടഞ്ഞതിനെ ഓർത്ത് ദുഃഖിക്കണ്ട, ആ ദൈവം നമുക്ക് മുമ്പിൽ തുറക്കാനും തയ്യാറായ ദൈവമാ. വിശ്വസിക്ക് പ്രിയപ്പെട്ടവരെ. അങ്ങനെ ദൈവകോപത്താൽ പൗരോഹിത്യ കുടുംബത്തിനകത്ത് തലമുറ എന്ന് പറയുന്ന സമ്പത്തിനെ അനുഗ്രഹത്തെ ദൈവം അടച്ചു കളഞ്ഞെങ്കിൽ ദൈവം അവരെ കൈവിട്ടെന്നല്ല, ഉപേക്ഷിച്ചെന്നല്ല, ദൈവം അവരെ വേണ്ടെന്ന് വെച്ചെന്നല്ല, വീണ്ടും ദൈവം അവരെ അന്വേഷിച്ചു കൊണ്ടിരുന്നു. അങ്ങനെയെങ്കിൽ ഈ പകൽ പരിശുദ്ധാത്മാവ് ഒരു ദൂത് പറയുന്നു, നാം അകന്നു പോയാലും നമ്മൾ വേണ്ടെന്ന് വെച്ചാലും നമ്മളെ തേടി നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. ആ കർത്താവ് ഇന്ന് പകൽ ഇതിനകത്ത് ആഗതനായി വന്നിട്ടുണ്ട്. എവിടെയൊക്കെയോ നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിനകത്ത് അകന്നു പോയവർ, മനസ്സുമായി അകൽച്ച പ്രാപിച്ചവർ ഇതിനകത്തിരിപ്പുണ്ട്. അവരോട് പറയുക, ഈ ഉപവാസത്തിനകത്ത് നമുക്ക് മടങ്ങി വരാ. നമ്മളെ കർത്താവ് കൈവിട്ടിട്ടില്ല കേട്ടോ, നമ്മളെ ദൈവം ഉപേക്ഷിച്ച് കളഞ്ഞിട്ടില്ല കേട്ടോ. നമുക്ക് വേണ്ടി ദൈവം ഇന്ന് പകലും വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ ദൈവം വിളിച്ചു
വിളിച്ചു പറയുന്നു, ഞാൻ നിങ്ങളെ കൈവിടുന്ന ദൈവമല്ല, ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ച് കളയുന്ന ദൈവമല്ല, ഞാൻ നിങ്ങളോട് കൂടെ ലോകാവസാനത്തോളം ഉണ്ടാകുമെന്ന് പറഞ്ഞ ദൈവം പറയുന്നു, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. സ്തോത്രം. പരിശുദ്ധാത്മാവ് പറയുകയാണ്, ദൈവം നമ്മളെ കൈവിട്ടിട്ടില്ല. നമ്മൾ അകന്നാലും ദൈവം നമ്മുടെ കൂടെ നിൽക്കും. നിങ്ങൾ നോക്കുക, അങ്ങനെ പരിശുദ്ധാത്മാവ് പറയുകയാണ്. പദം ഇങ്ങനെയാണ്, അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കുടുംബത്തെ ദൈവം കണ്ടെത്തി. ആ കുടുംബമാണ് എലിസബത്തും സക്കറിയാവും. സക്കറിയാവിന്റെ എലിസബത്തിന്റെ കുടുംബത്തെ ദൈവം കണ്ടെത്തി. ദൈവം അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയ കുടുംബത്തെ കുറിച്ച് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ അവരെ കണ്ടെത്താനുള്ളതിന് കാരണം അവിടെ എഴുതി വെച്ചിരിക്കുന്നു, അവർ ഇരുവരും ദൈവത്തിന്റെ സന്നിധിയിൽ നീതി ഉള്ളവരായിരുന്നു. എന്തുള്ളവരായിരുന്നു? നീതി ഉള്ളവരായിരുന്നു. രണ്ട്, ദൈവത്തിന്റെ കൽപ്പനകളിൽ ന്യായങ്ങളിലും അവർ കുറ്റമറ്റവരായിരുന്നു. ദൈവം തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു മാനദണ്ഡമുണ്ട്. അത് ദൈവം വെച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്. ഒന്ന്, നീതി ഉണ്ടായിരിക്കണം. രണ്ട്, കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമറ്റവരായി തീരണം. നമ്മളൊരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നിൽക്കുക അല്ലേ? അത് നമ്മളാ തിരഞ്ഞെടുത്തേ. അതിനൊരു മാനദണ്ഡമുണ്ട്. ഇന്ത്യക്കാരനായിരിക്കണം, വോട്ട് ചെയ്യാനുള്ള പ്രായം ഉണ്ടായിരിക്കണം. അതിക്കുള്ളിൽ വേറെ ഒരു മാനദണ്ഡം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇവിടെ ദൈവം വച്ചിരിക്കുന്നു, ഒന്ന്, നീതി ഉണ്ടായിരിക്കണം. എന്താ കാരണം? അവൻ നീതിമാനായ ദൈവമാണ്. സ്തോത്രം പറയുന്നില്ല. നമുക്കൊരു തെരഞ്ഞെടുപ്പുണ്ടെന്ന്. കാരണം നമ്മൾ വിളിച്ചവരുടെ കൂട്ടത്തിലാ. ഇനി അതിനകത്തുനിന്നൊരു തിരഞ്ഞെടുപ്പുണ്ട്. ആ തിരഞ്ഞെടുപ്പിനകത്ത് നാം എത്തപ്പെടണമെങ്കിൽ ബൈബിൾ പറയുന്നു, നീതി ഉണ്ടായിരിക്കണം. കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമറ്റവരായിരിക്കണം. എന്ന് പറഞ്ഞാൽ അനീതിക്ക് കൂട്ടു നിൽക്കാത്തൊരു ദൈവമാണ് നമ്മുടെ ദൈവം. അനീതിയെ വെറുക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെയെങ്കിൽ അനീതിയെ വെറുക്കുന്ന ദൈവമെങ്കിൽ ഞാൻ ചോദിക്കുന്നു, സ്തോത്രം, എന്ത് അനീതി കാട്ടിയിട്ടും നമ്മുടെ കയ്യിലിരിക്കുന്ന പണം കൊടുത്താൽ കണ്ണു മഞ്ഞളിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. സ്തോത്രം പറഞ്ഞാട്ടെ. കയ്യിലിരിക്കുന്ന ലക്ഷങ്ങൾ കൊടുത്ത് ദൈവത്തെ മയക്കാമെന്ന് വെച്ചാൽ നടക്കത്തില്ല. ഹലോ, മനുഷ്യനെ മയക്കാം, ദൈവം മയക്കത്തില്ല. ദൈവം പറയുന്നു, നീതി ഉണ്ടായിരിക്കണം. ആമേൻ. ഇനി വിശുദ്ധ വസ്ത്രം ധരിച്ചത് കൊണ്ടും ദൈവം നമ്മുടെ കൂടെ നിൽക്കണമെന്നൊന്നുമില്ല. ഒരു സ്തോത്രം പറഞ്ഞാൽ നീതി ഉണ്ടായിരിക്കണം. സ്തോത്രം. എന്റെ കൂടെ ഉണ്ടോ? ബൈബിൾ പറയുന്നു, നിങ്ങൾ വെള്ള പൂശിയ, അതിനർത്ഥം അകത്ത് മുഴുവൻ നാറ്റമാ, പുറത്തുള്ളത് വെള്ള. എന്റെ കൂടെ ഉണ്ടോ? ദൈവം ആഗ്രഹിക്കുന്ന കാര്യം വ്യക്തമായി പറയുന്നു, നീതി ഉണ്ടായിരിക്കണം. രണ്ട്, കൽപ്പനകൾ ന്യായങ്ങൾ കുറ്റമറ്റവരായിരിക്കണം. അതെന്താ? പ്രമാണം. പ്രമാണത്തിനകത്ത് കൃത്യമായിരിക്കണം. നമുക്ക് പ്രമാണം ഉണ്ടോ? ഉണ്ട്. പഴയ നിയമത്തിലെ ഭക്തന്മാർക്ക് അത് അനുസരിക്കാൻ ഭയങ്കര പാടായിരുന്നു. തുടർന്ന് പിടിക്കല്, കാണരുത്, ചെയ്യരുത്, ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ നിയമമാണല്ലോ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം. ഒരു സ്തോത്രം പറഞ്ഞാൽ നിയമം നമുക്ക് വിഷയമാണ്. അവരും അത് തന്നെ വിഷയം. ദൈവം എന്ത് ചെയ്തു? തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച നിയമത്തെ ഒന്ന് ചെറുതാക്കി. എങ്ങനെ? ഒറ്റ വാക്കിനകത്തങ്ങ് അമ്മ റെഡിയാക്കി. എന്ത് ചെയ്തു? സ്നേഹിച്ചാൽ മതി, ഇത് മുഴുവൻ അനുസരിക്കാം. എന്താ കാരണം? കൂട്ടുകാരന് നേരെ കള്ളസാക്ഷ്യം പറയരുത്. സ്നേഹം ഇല്ലാത്തതുകൊണ്ടാണ് കള്ളസാക്ഷ്യം പറയുന്നത്. കൂട്ടുകാരനുള്ള യാതൊന്നും എന്ത് ചെയ്യരുത്? മോഹിക്കരുത്. അതിന്റെ കാരണം എന്താ? സ്നേഹം മിണ്ടുന്നില്ല. ആ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യത്തില്ലായിരുന്നു? ഈ നിയമത്തെ അനുസരിക്കാൻ പറ്റുമായിരുന്നു. ഈ സ്നേഹം ഇല്ലാത്തതുകൊണ്ട് അനുസരിക്കാൻ പറ്റാത്ത. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം പറയട്ടെ, പഴയ നിയമമായിരുന്നു കുറച്ചും കൂടെ ഉചിതമെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. കാരണം പുതിയ നിയമത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നം വെച്ചാ, കാരണം ബൈബിള് പറയാ, സ്തോത്രം, സഹോദരനെ നിസ്സാര എന്ന് കണ്ടാൽ, ഹലോ, സഹോദരനെ നിസ്സാര എന്ന് കണ്ടാൽ എന്താന്നാ പറഞ്ഞത്? നിങ്ങൾ അഗ്നി നരകത്തിന് യോഗ്യൻ. അയ്യോ, ഒരു സ്തോത്രം പറഞ്ഞേ. പഴയ നിയമത്തിൽ ഒരാളെ കൊന്നാലായിരുന്നു കൊലപാതകം. അവർക്ക് മാത്രമായിരുന്നു എന്ത്? നരകം വെച്ചിരുന്നേ. മനസ്സിലാകുന്നുണ്ടോ സന്ദേശം?
മോഷ്ടിച്ചാലായിരുന്നു എന്ത് ഇതൊക്കെ. ഇവിടെ ഇപ്പൊ എന്ത് ചെയ്തു? സഹോദരനെ നിസ്സാര എന്ന് കണ്ടാൽ അഗ്നി നരകത്തിന് യോഗ്യൻ എന്ന് പറഞ്ഞാൽ, സ്തോത്രം, ഇന്ന് പകല് കർത്താവ് വന്നാൽ, ഹലോ, ഇന്ന് പകൽ ഈ ഉപവാസത്തിന്റെ 6ാമത്തെ ദിനത്തിൽ കർത്താവ് വന്നാൽ എത്ര പേര് പോകും? അത് ഒന്നും ചിന്തിക്കില്ല. ഞാൻ ഉള്ളതുപോലെ തുറന്ന് പറയാ. സഹോദരനെ നിസ്സാരായ നല്ലല്ല കാണുന്നത്. സഹോദരൻ നേരെ കേസ് കൊടുത്തും, സഹോദരന്റെ വെട്ടിപ്പിടിച്ചും, സഹോദരനെ പറ്റിച്ചും, സഹോദരനെ കബളിപ്പിച്ചും, സഹോദരന്റെ ആതിരുമാന്തിയും, സഹോദരനോട് മിണ്ടത്തില്ലാതെ ഇരിക്കുന്ന നമ്മൾ കർത്താവ് വന്നാ പോകുമോ ഇല്ലയോ? പഴയ നിയമത്തിനകത്തായിരുന്നെങ്കിൽ പോയേനെ. ക്രിസ്തു വെളിപ്പാട് പറയുന്ന പുതിയ നിയമസഭയ്ക്കകത്ത് കർത്താവ് വ്യക്തമായി പറയാ, പോകും നരകത്തിലോട്ട്. പിന്നെ എന്താ? അടക്കിന് റെനിറ്റ വന്നിട്ട് ഉള്ള നോണ മുഴുവൻ പ്രസംഗിക്കും. അച്ഛനെ പോലൊരു പാപം വേറെ ആരും. ഇത്ര വിശുദ്ധനും ഇത്ര സൽസ്വഭാവിയും ദൈവത്തിന് കൊടുക്കുന്നവനും ദൈവസഭയ്ക്ക് വേണ്ടി നിൽക്കുന്നവനായ ഇങ്ങനൊരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. പക്ഷേ അന്നത്തെ രാത്രിയിൽ അച്ഛൻ ഉറക്കം വരത്തില്ല. മുട്ടൻ നിന്നുകൊണ്ട് കരയും, ദൈവമേ എന്റെ നാവ് കൊണ്ട് ക്ഷമ പറയാന് ഞാൻ അങ്ങനെ ഒരു അപവാദം ചെയ്തു പോയി, ഒരു അപരാധം ചെയ്തു, എന്നോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ചേ പറ്റൂ. സ്വന്തം സഹോദരനോട് മിണ്ടത്തില്ലാത്ത, പടലപ്പിണക്കം വെച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ എത്ര പേര് കർത്താവിന്റെ സന്നിധിയിലെത്തും? ബൈബിള് പറയുന്നു പോകത്തില്ല. സ്പഷ്ടമായിട്ട് പറയാ, പോകത്തില്ല. അപ്പൊ പിന്നെ ഈ ഉപവാസ പ്രാർത്ഥന വെറുതെ ആയി പോകരുത്. കർത്താവിന്റെ ദാസൻ പറഞ്ഞല്ലോ, ആമേ സ്തോത്രം, ഇത് വർക്ക്ഷോപ്പാണ്. ഇന്ന് ആ പണിയിലേക്ക് അങ്ങ് കയറിക്കോ. സ്തോത്രം പറഞ്ഞേ. നിങ്ങൾ സഭയ്ക്ക് കൊടുക്കുന്ന ലക്ഷങ്ങളൊന്നും ഇവിടെ ഒന്നും ഒരു കാര്യമല്ല. പാസ്റ്റർക്ക് വണ്ടി മേടിച്ചു കൊടുത്തുകൊണ്ടോ, സഭയ്ക്കകത്ത് ആമേ സ്തോത്രം ഇനി AC മേടിച്ചു വെച്ചത് കൊണ്ടോ, സൗണ്ട് സിസ്റ്റം കൊണ്ട് വെച്ചത് കൊണ്ടോ ഒന്നും ദൈവം പ്രസാദിക്കത്തില്ല. ബൈബിള് പറയാ, ആമേ സ്തോത്രം, നേരായി ജീവിക്കണം. എനിക്ക് എന്നോട് ക്ഷമിക്കണം, നമ്മൾ കോട്ടയംകാരൊക്കെ തന്നെയാണ്. ഞാൻ മാങ്ങാനത്താണ് താമസിക്കുന്നത്. മാങ്ങാനത്താണ് എൻ്റെ സ്വന്തം വീട്. ഇപ്പൊ താമസിക്കുന്നത് നമ്മുടെ ഇവിടെ കുമ്മംകുളത്താണ്. ബേബിങ്ങളുടെ വീട്ടില് വാടകയ്ക്ക് താമസിക്കുന്നത്. ആമേ സ്തോത്രം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എനിക്കിവിടെ വന്നിട്ട് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യം, ഇവിടുത്തെ പെന്തക്കോസ്തുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട ചിരിക്കത്തില്ല. ഇതെന്നെ ആത്മാവാന്ന് ഞാൻ ആലോചിക്കുന്നത്. അച്ഛാ, ആരെല്ലാം കണ്ട് ചിരിച്ചിട്ടുണ്ടോ? ഒരെണ്ണം മുഖത്ത് നോക്കത്തില്ല. അതെന്നെ ആത്മാവ്. ഇവരാ പോകാനിരിക്കുന്നത് കർത്താവിന്റെ വരവിൽ. കാഹളം ധ്വനിക്കുമ്പോൾ, മരിച്ചവരെന്ത് അക്ഷരം ഉയർത്തിരുന്നേക്കും. പിന്നെ കാഹളം കേൾക്കുമ്പോൾ ജീവനോടിരിക്കുന്ന നാമും എന്ത് ചെയ്യും? രൂപാന്തരം പ്രാപിച്ച് എങ്ങോട്ട് പോകുന്ന പറഞ്ഞേ? പോകും. ഞാലിയാകുഴിന്ന് പോകുന്ന എനിക്ക് സംശയ. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇവിടെ ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ പോകും? വീണ്ടും ഞാൻ ആത്മാർത്ഥമായിട്ട് പറയട്ടെ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ സന്നിധിയിൽ എടുക്കപ്പെടണമെങ്കിൽ ദൈവം പറയുന്നു, നീതി ഉണ്ടായിരിക്കണം. സകല കൽപ്പനകൾ ന്യായങ്ങൾ കുറ്റമറ്റവരായെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? ക്രിസ്തുവിന്റെ സന്നിധിയിൽ എടുക്കപ്പെടുവാൻ തയ്യാറാകത്തുള്ളൂ. പരിശുദ്ധാത്മാ പറയുന്ന പദം പഴയ നിയമമാ, പിന്നെ ഏറ്റവും നല്ലത് പുതിയ നിയമത്തിലേക്ക് എത്തിയ സഹോദരനെ നിസാര എന്ന് കണ്ടാൽ അഗ്നി നരകത്തിന് യോഗ്യൻ. നമുക്ക് ദൈവത്തിന്റെ കൽപ്പനകളിലേക്ക് അടുക്കാം. കാലം താമസിച്ചു പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായി. 2026 കർത്താവ് 25 അവസാനിക്കുന്നതിന് മുമ്പ് കർത്താവ് വരുമെന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായി എന്ന് ആ കാലഘട്ടം മുതൽ ഇന്ന് ഞങ്ങൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. തുറന്നു പറയട്ടെ, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി നാം ഒരുമിച്ച് നിൽക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വരവിൽ നാം എടുക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ ആ കരമൊന്ന് ചേർത്ത് ഉയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഉപവാസ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, കർത്താവ് വരുമ്പോൾ നാമം എടുക്കപ്പെടണം.
നോക്ക്, അങ്ങനെ സകല കൽപ്പനകൾ ന്യായങ്ങൾ കുറ്റമറ്റവരായിരിക്കുന്ന സക്കറിയാവിനെ എലിശബെത്തിന് ദൈവം തിരഞ്ഞെടുത്തിട്ട് അവിടെ പറയുന്ന ഒരു പദമുണ്ട്. സക്കറിയാവിന്റെ നറുക്ക് വീണ് ദേവാലയത്തിനകത്ത് ധൂപം കട്ടിക്കൊണ്ടിരിക്കുക, അബിയാക്കൂറിന്റെ ക്രമപ്രകാരം നറുക്ക് വീണ് ധൂപം കട്ടിക്കൊണ്ടിരിക്കുന്ന സക്കറിയാവിന്റെ അരികിലേക്ക് ദൂതൻ ഇറങ്ങി വന്നിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഒരു സ്തോത്രം പറഞ്ഞ്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്നുള്ള വാക്ക് ദൂതം പറയുമ്പോൾ എനിക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സക്കറിയാവേ, എന്താ നിന്റെ പ്രാർത്ഥന? സക്കറിയാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ദീർഘവർഷങ്ങൾ കൊണ്ട് ഒരു തലമുറയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക, ഒരു തലമുറ ഞങ്ങൾക്ക് വേണ്ടി ലഭിച്ചില്ല. ഞാൻ ചോദിക്കുന്ന എത്ര വർഷമാ? ചരിത്രം പഠിക്കുമ്പോൾ, യഹൂദന്മാരുടെ വിവാഹക്രമം പഠിക്കുമ്പോൾ പുരുഷന്റെ വയസ്സ് 19, കന്യകയുടെ വയസ്സ് 14, 15 വയസ്സ്. ആ കാലയളവിൽ ഇവർ വിവാഹം കഴിച്ചു. ഇപ്പോൾ സക്കറിയാവിന് 89 വയസ്സ്, എലിശബെത്തിന് 84, 85 വയസ്സുണ്ടെന്ന് വിചാരിക്കാം. നിങ്ങൾ നോക്കിക്കേ, ഈ കാലയളവിനിടയിൽ മുഴുവൻ അവർ പ്രാർത്ഥിച്ച ഒറ്റ പ്രാർത്ഥനയാണ്, ഞങ്ങൾക്കൊരു തലമുറ വേണം. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഒരു ദൂത് പറയുന്നു. തലമുറ വേണമെന്ന് പറഞ്ഞ് കാലഘട്ടങ്ങൾ, വർഷങ്ങൾ നോക്കാതെ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നെങ്കിൽ ഈ പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, വർഷങ്ങളുടെ കണക്ക് നോക്കാതെ, കാലഘട്ടങ്ങളുടെ കണക്കെടുക്കാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർ ഇതിനകത്തിരിപ്പുണ്ട്. അവരോട് ആത്മാവ് ദൂത് പറയുക, അനേകർ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥനാ വിഷയം മാറ്റിവെച്ചപ്പോൾ ഇന്നും ദൈവത്തോട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ചിലർ ഇതിനകത്തിരിപ്പുണ്ട്. അവരോട് പരിശുദ്ധ ആത്മാവ് വിളിച്ചു പറയുന്നു, പ്രാർത്ഥനയുടെ മറുപടി കാലഘട്ടങ്ങൾക്കപ്പുറത്ത് സ്വർഗം നമുക്ക് വേണ്ടി ഇന്ന് പകൽ വെളിപ്പെടുത്തുവാൻ ശക്തനാ. ആമേൻ. ദൈവം പ്രാർത്ഥന നൽകുന്ന ഉത്തരം തരുന്ന നൽകുമോ? അടുത്ത ചോദിക്കാം, എന്താ സക്കറിയാവേ ഇത് മാത്രമാണ് നിന്റെ ഉത്തരം? അല്ല, പിന്നെ എന്താ? സാധ്യതയില്ലാത്ത വിഷയത്തിനകത്ത് ദൈവം എനിക്ക് മറുപടി നൽകി. എന്താ സാധ്യതയില്ലാത്തത്? ഇത് ദൈവം അടച്ച വിഷയമാ, ഇത് ദൈവത്താൽ അടയപ്പെട്ട വിഷയമാ. ഈ വിഷയത്തിനകത്ത് എന്റെ കുടുംബത്തിനകത്ത് ഒത്തിരി പിതാക്കന്മാർ, ഒരുപാട് സഹോദരങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തൊന്നും മറുപടി കണ്ടിട്ടില്ല. എന്നിട്ടും പിന്നെ എന്തുകൊണ്ട് സക്കറിയാവേ നീ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നു? സക്കറിയാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവം അടച്ചതിനെ ആർക്കും തുറക്കാൻ കഴിയത്തില്ല, ദൈവം തുറന്നതിനെ ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല എന്ന് ബൈബിൾ പറയുന്നെങ്കിൽ ഈ പകൽ ഇതിനകത്തിരിക്കുന്ന നമ്മെ നോക്കി ആത്മാവ് ദൂത് വിളിച്ചു പറയുക, ഇത് ദൈവം തുറക്കുന്നവകളെ മാറാൻ പോകുക. അടയപ്പെട്ട ചില വിഷയത്തിനകത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, ദൈവത്തോട് കരയുന്ന, ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന ചിലർ ഈ ദൂത് കേൾക്കുന്നുണ്ട്. അവരോട് ദൈവാത്മാവ് പ്രവചിച്ചു പറയുന്നു, അടയപ്പെട്ട ചിലത് ഇന്ന് മകൾ തുറക്കാൻ പോകുക. അസാധ്യത എന്ന് മാത്രം പറയുന്ന, സാധ്യതയില്ലാത്ത ചില വിഷയത്തെ ഈ പകലാത്മാവ് ഉപവാസത്തിന്റെ 6ാമത്തെ ദിനത്തിൽ പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു, ഇത് തുറക്കുന്ന മകളോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിശ്വസിക്കുന്നവർ ഒരുമിച്ച് ദൈവത്തിന് ആമേൻ പറഞ്ഞു തുടങ്ങുക. 2025 അടഞ്ഞതിനെ നോക്കി നീ ഇരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആത്മാവ് ദൂത് പറയില്ല, അടഞ്ഞതിനെ തുറക്കുന്നൊരു ദൈവം ഇതിനകത്തിറങ്ങി വന്നിട്ടുണ്ട്. അടയപ്പെട്ട ഭാവി തുറക്കുന്ന മകന, അടയപ്പെട്ട സമ്പത്ത് തുറക്കുന്ന മകന, അടയപ്പെട്ട വഴികൾ ഇന്ന് മകൾ തുറക്കട്ടെ. അടഞ്ഞു പോയ വാതിലുകൾ ഇന്ന് മകൾ തുറക്കട്ടെ. അടഞ്ഞ നിന്റെ നന്മ ഇന്ന് മകൾ തുറക്കട്ടെ. അടഞ്ഞ ശുശ്രൂഷകളുടെ വാതിലുകൾ തുറക്കുക, അടഞ്ഞ യാത്രകൾ ഇതിനകത്ത് തുറക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ പകലാത്മാവ് പ്രവചിക്കുന്നു, അടഞ്ഞ ചിലത് ഇതിനകത്ത് തുറന്നു വരികയോ. ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. സാഹചര്യം നിങ്ങൾക്ക് അനുകൂലമല്ല, സാധ്യതകളില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു, തലമുറ എന്ന് പറയുന്ന വിഷയത്തിനകത്ത് ദൈവസഭ പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകൾക്കകത്ത് ദൈവം ചില ഉദരങ്ങളെ തുറക്കുന്ന ദിനങ്ങളാണെന്ന് ആത്മാവ് ദൂത് പറയുന്നു.
വിശ്വസിക്കുന്നവർ ഒരുമിച്ച് ദൈവത്തിന് ആമേൻ പറഞ്ഞു തുടങ്ങാം. ഇവിടെ ദൈവത്തിന് സാധ്യതയൊന്നുമില്ല, ദൈവത്തിന് സാധ്യതയൊന്നുമില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോ ദൈവം പറയാ, ഞാൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാ, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് ആമേ ദൈവം ചോദിക്കുന്നുവെങ്കിൽ ഈ പകൽ നീ വന്നത് ആമേ ജീവനില്ലാത്ത ദൈവത്തിന്റെ അരികിലല്ല. ഇന്ന് പകൽ നിങ്ങൾ വന്നിരിക്കുന്നത് കഴിവില്ലാത്തൊരു ദൈവത്തിന്റെ മുമ്പിലല്ല, കഴിവ് കെട്ടൊരു ദൈവത്തിന്റെ അരികിലല്ല വന്നത്. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമോ, ഈ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാ. ആ ദൈവം അത്ഭുതങ്ങൾ കൊണ്ട് നമ്മളെ നിറയ്ക്കാൻ തയ്യാറാ. പരിശുദ്ധാത്മാവ് ഞാൻ പറഞ്ഞു നിർത്തട്ടെ. പരിശുദ്ധാത്മാവ് പറയുന്ന പദം എങ്ങനെയാണ്? അസാധ്യതകൾക്കകത്ത് ദൈവം മറുപടി നമുക്ക് വേണ്ടി കൈമാറാൻ ദൈവത്തിന് കഴിയും. ചോദിക്കാം, ഇതായിരുന്നു സക്രിയാവെ പ്രാർത്ഥന? അല്ല, പിന്നെ എന്താ? ഇനിയുമുണ്ട്. എന്താണ്? ദൈവശബ്ദം കേൾക്കാത്ത വിഷയത്തിനകത്ത് ദൈവം എനിക്ക് മറുപടി നൽകി. എന്താ ദൈവശബ്ദം കേൾക്കാത്ത വിഷയം? പറയാ, ആമേ പഴയ നിയമ കാലഘട്ടത്തിൽ മലാക്കിക്കും പുതിയ നിയമത്തിലും മത്തായിക്കും ഇടയ്ക്കൊരു കാലഘട്ടമുണ്ട്, ഇരുണ്ട കാലഘട്ടം. ആ കാലഘട്ടത്തിന്റെ ഇടവേളയിലായിരിക്കാം സക്രിയാവിന്റെ എലിസബത്തിന്റെ വിവാഹം. ഞാൻ നിശ്ചയമായി പറയട്ടെ, ആ കാലഘട്ടത്തിൽ അവർ വിവാഹം കഴിക്കുമ്പോൾ ഇരുണ്ട കാലഘട്ടത്തിനൊരു പ്രത്യേകതയുണ്ട്. ദൈവ സാന്നിധ്യമില്ലാത്ത, ദൈവത്തിന്റെ ശബ്ദം കേൾക്കാത്ത, ദൈവത്തിന്റെ ഇടപെടലില്ലാത്ത, മനുഷ്യരുമായി ദൈവത്തിന് യാതൊരു ബന്ധവുമില്ലാത്ത കാലഘട്ടം. ആ കാലഘട്ടത്തിൽ അവർ വിവാഹം കഴിച്ചു. തലമുറ എന്ന് പറയുന്ന സമ്പത്ത് ആ കുടുംബത്തിനകത്ത് തടയപ്പെട്ടിരിക്കുക. പക്ഷേ അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ചോദിക്കാം, സക്രിയാവേ നിനക്ക് എങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുന്നു? ഇവിടെ ദൈവശബ്ദം കേൾക്കാനില്ലല്ലോ, ദൈവം ഇടപെടുന്നില്ലല്ലോ, എങ്ങനെ നിനക്ക് ഈ വിഷയത്തിനകത്ത് പ്രാർത്ഥിക്കാൻ കഴിയുന്നു? സക്രിയാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ദൈവശബ്ദമല്ല വേണ്ടത്. മിണ്ടുന്നില്ല. എനിക്ക് ദൈവശബ്ദമല്ല വേണ്ടത്. പിന്നെ എന്താ വേണ്ടത്? എനിക്ക് വേണ്ടത് ഒരു മറുപടിയാ. ഓ രാമേ, പറ പറ പറ, എന്റെ കൂടി ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മളൊരു ദൂത് കേട്ട അത് നിവർത്തീകരണത്തിലേക്ക് എത്തണമെങ്കിൽ 3 പ്രവാചകരെ വിളിച്ച് ദൂത് കേട്ടത് കൺഫർമേഷൻ ആയെങ്കിൽ മാത്രമേ അതിനകത്ത് നമ്മൾ ചലിക്കത്തുള്ളൂ. പക്ഷേ സക്രിയാവ് പറയാ, എനിക്ക് പ്രവചനമല്ല വേണ്ടത്, എനിക്ക് ദൂതല്ല വേണ്ടത്, എന്റെ പ്രാർത്ഥനയ്ക്കൊരു മറുപടിയാ വേണ്ടത്. വിശ്വസിക്കുന്നവരാത്മാവിൽ ദൂതിനോട് ആമേൻ പറ. ആമേൻ. ഒരു ദൂത് കേൾക്കാനല്ല ഇതിനകത്ത് വരേണ്ടത്, ഒരു പ്രവചനം കേൾക്കാനല്ല ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്. ദൈവം തരുന്ന മറുപടിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ അവർ പ്രാർത്ഥിച്ചോ. ഈ ഉപവാസത്തിനകത്ത് ദൂത് കേട്ടില്ലെങ്കിലോ പ്രവചനം കേട്ടില്ലെങ്കിലോ മറുപടി വെളിപ്പെടാൻ പോകുകയോ. വിശ്വസിക്കുന്നവരാമേ പറയാമോ? ദൈവത്തിന്റെ ആവശ്യം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവർക്ക് മറുപടി കൊടുക്കുക എന്നുള്ളതാണെങ്കിൽ നിങ്ങളുടെ ആവശ്യം ഒരു ദൂതിനാകരുത്, മറുപടിക്ക് വേണ്ടിയാകണം. എത്ര പേർക്ക് മനസ്സിലാകുന്നവരുണ്ട്? ഒരു ദൂത്, ഈ 6 ദിവസത്തെ ഉപവാസത്തിനകത്ത് ഒരു പാസ്റ്റർ പോലും എന്നോട് ദൂത് പറഞ്ഞില്ല എന്നൊരു വേദന നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ അവരോടാ പറയുന്നത്, ദൂത് പറഞ്ഞില്ലെങ്കിലും മറുപടി തരുന്നൊരു ദൈവമുണ്ട്. മിണ്ടാതിരിക്കാതെ മറുപടി തരുന്നൊരു ദൈവം ഉണ്ടെന്ന്. ആ ദൈവം ഇന്ന് പകൽ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ടാ പറയുന്നത്, ആ ദൈവം ഉത്തരം തന്നിരിക്കും. എനിക്കറിയാൻ പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരി, അവരുടെ പ്രാർത്ഥനാ വിഷയം ഇവിടുത്തെ സമ്പത്ത് വസ്തുക്കളോ മറ്റുള്ള ഒന്നുമല്ല. അവരുടെ ആവശ്യം എന്ന് പറയുന്നത്, അവർ വിവാഹം കഴിച്ച ഭർത്താവ് ഒരു മുഴുവൻ മദ്യപാനിയാണ്, ചീട്ടുകളിയോട് വലിയ ഭ്രമമുള്ള മനുഷ്യൻ. വീട് വിട്ടിറങ്ങി ചീട്ട് കളിക്കാൻ പോയ 10, 16, 20, 22 ദിവസങ്ങളൊക്കെ ഒറ്റ ഇരിപ്പിൽ അവിടെ ഇരുന്ന് ചീട്ട് കളിക്കുന്ന ഒരു ഭർത്താവിന് വേണ്ടി ഈ സ്ത്രീ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പോകാവുന്ന ക്ഷേത്രങ്ങൾ, പള്ളികൾ മുഴുവൻ കയറിയിറങ്ങി ഇവിടെ എല്ലാം പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥനയ്ക്കൊരു മറുപടി കിട്ടാതായി. അവസാനം ആരോ പറഞ്ഞു, ഇല്ല, നിനക്ക് പ്രാർത്ഥിക്കാൻ ഒരു കൂട്ടരുണ്ട്, പെന്തക്കോസുകാര്, അവിടെ പോയാൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും. അങ്ങനെ അവിടെ പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ചോദിച്ചു, മറുപടിയായോ? അവർ പറയുന്നു, മറുപടി ഒന്നും കിട്ടിയില്ല, പക്ഷേ ഇതുവരെ അനുഭവിക്കാത്തൊരു സമാധാനവും സന്തോഷവും എനിക്ക് ലഭിക്കാൻ തുടങ്ങി.
അവർ പ്രാർത്ഥന നിർത്തിയോ? ഇല്ല, വീണ്ടും അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലാതാകുന്നു. എല്ലാ ദിവസവും ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് മറുപടി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. തന്റെ ഭർത്താവിനൊരു മാറ്റമില്ലാതായി. അവസാന പ്രതീക്ഷ മുഴുവൻ തന്റെ തലമുറയിലേക്കും അർപ്പിച്ചു. ഒരൊറ്റ മകൻ, ആൺമകനിൽ പ്രതീക്ഷ അർപ്പിച്ച് ആ മകനിലൂടെ തന്റെ സ്വപ്നം മുഴുവൻ പടുത്തുയർത്താമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് താൻ ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ അവിടെയും തന്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റു. താൻ ആഗ്രഹിച്ചതുപോലെയല്ല അവിടെ നടന്നത്. ആമേ, അപ്പനെ കണ്ട് വളർന്നു വന്ന മകൻ അപ്പനേക്കാൾ വലിയ മദ്യപാനിയായി തീർന്നു. തീർത്തു പറയട്ടെ, കഞ്ചാവിന് അടിമയായി തീർന്ന ആ മകനെ ഓർത്ത് മാതാവ് കരയാൻ തുടങ്ങി. ഒരു വീട്ടിനകത്ത് മദ്യപിക്കുന്ന, ലഹരിക്ക് അടിമയായിരിക്കുന്ന രണ്ട് വ്യക്തികൾ, സമാധാനമില്ലാത്ത, സ്വസ്ഥതയില്ലാത്ത, സന്തോഷമില്ലാത്ത, ജീവിതത്തിലെ സകല പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട കൂടാരത്തിനകത്തളത്തിൽ ദൈവത്തെ വിളിച്ചു കരയാൻ ഒരു മാതാവ് മാത്രം. ജീവിതത്തിൽ സകല പ്രതീക്ഷ അറ്റുപോയ ആ മാതാവ് ഒരു ദിവസം വീട്ടിനകത്തേക്ക് കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച, ഒരു മുറിക്കകത്ത് തന്റെ ഭർത്താവും മറ്റു മുറിക്കകത്ത് മകനും കിടക്കുന്ന കാഴ്ചയാ. ഈ കാഴ്ച തന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അന്ന് രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെട്ട, ആഹാരം കഴിക്കാതെ ആമേ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ മകൾ കിടക്കുന്ന കട്ടിലിന്റെ അരികിലേക്ക് കടന്നു എന്നിട്ട് അവന്റെ ശരീരത്തിലേക്ക് ഇരുകൈകൾ വെച്ചുകൊണ്ട് കരയാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ എന്റെ പ്രാർത്ഥന എന്റെ ദൈവത്തോട് അപേക്ഷിച്ചിട്ട് ഭർത്താവിനൊരു മാറ്റം കണ്ടില്ല. പക്ഷേ ഈ തലമുറയിലെങ്കിലും എനിക്കൊരു മറുപടി തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഇവിടെയും എന്നെ കൈവിടുമാണോ ദൈവം എന്ന് ചോദിച്ചുകൊണ്ട് അവർ ദൈവത്തോട് കരയാൻ തുടങ്ങി. മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്റെ കവിൾത്തടങ്ങൾ നനച്ചുകൊണ്ട് കണ്ണുനീർ തുള്ളികൾ ഒഴുകി വന്ന് മകന്റെ ശരീരത്തെ നനയുവാൻ തുടങ്ങി. മകൻ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് നോക്കുമ്പോൾ മാതാവ് ആമെ കരയുന്നതും ആമെ ശബ്ദം കേൾക്കുന്നത്, ആമെ പുറകാലി കൊണ്ട് ചവിട്ടി അകറ്റിയിട്ട് ശവത്തിന്റെ മുമ്പിൽ ഇരുന്ന് കരയുന്നോ തള്ളയെന്ന് ചോദിച്ചുകൊണ്ട് ആ മാതാവിനെ അന്ന് രാത്രി മുഴുവൻ ചീത്ത പറഞ്ഞ് ആ മകൻ ഉറങ്ങാൻ അനുവദിച്ചില്ല. എന്നാൽ അവിടെ മാതാവ് പരാജയം സ്വീകരിക്കാൻ തയ്യാറായില്ല. അവർ വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ നിങ്ങൾ കേൾക്കണം പ്രിയപ്പെട്ടവരെ, ആ പ്രാർത്ഥനയൊന്നും വെറുതെ ആയില്ല, വൃഥാവായി പോയില്ല. സ്വർഗത്തിൽ ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തു. ആ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി കൊടുത്തത് എങ്ങനെയാണെന്ന് അറിയാമോ? ആ പ്രാർത്ഥനയുടെ മറുപടിയാ ഇന്ന് പകൽ നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നത്. പ്രാർത്ഥിച്ചത് വേറെ ആരുമല്ല, അതെന്റെ മാതാവാ. പ്രാർത്ഥിച്ചത് വേറെ ആർക്കും വേണ്ടിയല്ല, അതെനിക്ക് വേണ്ടിയാ. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടി സ്വർഗത്തിൽ ദൈവം കേട്ടിട്ട് ഇങ്ങനെ ഒരു മറുപടി സ്വർഗം കൈമാറിയെങ്കിൽ മാതാപിതാക്കളെ, നിങ്ങളുടെ കണ്ണുനീര് കാണുന്നൊരു ദൈവമുണ്ട് കേട്ടോ. നിങ്ങളുടെ കരച്ചിൽ കേൾക്കുന്നൊരു ദൈവമുണ്ട് കേട്ടോ. നിങ്ങളുടെ കണ്ണുനീരിനെ മറികടക്കാത്തൊരു ദൈവമുണ്ടോ? നിങ്ങളുടെ കണ്ണുനീരിനെ തുരുത്തിയിൽ സൂക്ഷിക്കുന്നൊരു ദൈവമുണ്ടോ? ഇന്ന് മകൻ ആ ദൈവം വിളിച്ചു പറയാ, നിന്റെ തലമുറ നഷ്ടപ്പെട്ടു പോകത്തില്ല. ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ ഇതിനകത്തുണ്ടെന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ. അടുത്തൊരു ജനറേഷൻ നിങ്ങളുടെ ആഗ്രഹത്തിന്, ദൈവഹിതത്തിന് വളർന്നു വരണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ട് കൈവിട്ടു പോയപ്പെട്ടവർ ഇതിനകത്തിരിപ്പുണ്ട്. അവരോട് ആത്മാവ് ദൂത് വിളിച്ചു പറയാ, നിന്റെ പ്രാർത്ഥന സ്വർഗം കേൾക്കുന്ന പകലോ വിളിച്ചു പറയുന്നു. തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എന്റെ കുഞ്ഞുങ്ങളെ, ഈ പകൽ ആത്മാവ് ദൂത് വിളിച്ചു പറയാ, നിന്റെ പ്രാർത്ഥന വെറുതെ ആകത്തില്ല, നിന്റെ കണ്ണുനീര് വെറുതെ ആകത്തില്ല. അവൻ മകനും ദൈവസന്നിധിയിൽ നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച എന്റെ മാതാവിന് ഇതുപോലൊരു പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് എത്ര വിശേഷമായ മറുപടികൾ ദൈവത്തിന് ചെയ്യാൻ കഴിയും. തുറന്നു പറയട്ടെ, പ്രാർത്ഥിച്ചാൽ ആമേ ഉത്തരം തരുന്ന കൈവിടാത്തൊരു ദൈവം ഇന്നു പകലും ഇതിനകത്തുണ്ടോ? ആ ദൈവം മറുപടി തരും. വിശ്വസിക്കുന്നവരാമേ പറ. കാലഘട്ടങ്ങൾ, വർഷങ്ങളൊന്നും ഒരു പ്രശ്നമല്ലെന്നേ. മറുപടി തരുവാൻ നമ്മുടെ ദൈവം ശക്തനായവനാ. ആമേ, അങ്ങനെ പ്രാർത്ഥിച്ച് ആലയത്തിനകത്ത് നിന്ന് ആമേ ശുശ്രൂഷ തികച്ച ആലയത്തിന് പുറത്തു വന്ന് സഖരിയാവിന് അവൻ ജനമെല്ലാം ചോദ്യം ചോദിച്ചിട്ടും അവനൊരു വാക്ക് പോലും തിരിച്ചു പറയാൻ കഴിയാതെ, നാം അടയപ്പെട്ടവനെ മിണ്ടാൻ കഴിയാതെ വണ്ണം ജനത്തിന് മുമ്പിൽ ആംഗ്യഭാഷയിൽ അവർ കാര്യങ്ങൾ പറഞ്ഞു. ശുശ്രൂഷ തികച്ച് കൂടാരത്തിനകത്ത് എന്നോ എലിശബത്തിനോട് കാര്യങ്ങൾ മുഴുവൻ ആംഗ്യഭാഷയിൽ പറഞ്ഞു. ദൂതൻ വന്നു, തലമുറ ജനിക്കാൻ പോകുക. എലിശബത്ത് കേട്ടപാടെ സന്തോഷത്തോടെ ജനങ്ങളോട് മുഴുവൻ ഇത് പറയാൻ തുടങ്ങി. ഈ ഒരൊറ്റ വിഷയത്തിനകത്ത് എന്റെ അച്ചാച്ചൻ ആമേ സക്കറിയാവിന്റെ നാവും അടയപ്പെട്ടു. എനിക്ക് വിശ്വാസമാ, ദൂതൻ ഇറങ്ങി പറഞ്ഞാൽ നടക്കും.
ആമേൻ പറ. ദൂതൻ ഇറങ്ങി പറഞ്ഞ വിഷയമാണ്. അത് സംഭവിക്കും ഉറപ്പ് വെച്ചിട്ട് മറുപടിക്ക് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നു, ഈ വിഷയത്തിനകത്ത് സന്തോഷമായിരുന്നെങ്കിൽ ചില മാസങ്ങൾ കഴിയുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നു, സ്തോത്രം, ഇങ്ങനെ മനുഷ്യരുടെ ഇടയിലുള്ള നിന്ന മാറി എന്ന് പറഞ്ഞുകൊണ്ട് എലിശബത്ത് ഒളിച്ചു പാർത്തു. ഞാൻ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് എലിശബത്തെ നീ ഒളിച്ചു താമസിക്കുന്നത്? കാരണം തലമുറ എന്ന് പറയുന്ന സ്വപ്നത്തെ സാക്ഷാത്കരിക്കാൻ കഴിയാതെ വന്ന നിന്റെ ലൈഫിനകത്തേക്ക് ദൈവത്തിന്റെ ദൂതനെ പറഞ്ഞ് ഒരു ദൂത് കൈമാറിയിട്ടുണ്ടെങ്കിൽ അത് നടക്കുമെന്ന് തന്നെയാ. അതിനപ്പുറത്ത് അവിടെ എഴുതി വെച്ചിരിക്കുന്നു, അവിടെ പറയുന്ന പദം ഇങ്ങനെയാണ്, സ്തോത്രം, തലമുറ ദൈവം അവർക്ക് കൊടുക്കുമെന്ന് തന്നെ പറഞ്ഞിട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു ചോദ്യമുണ്ട്, പിന്നെ എന്തിനാണ് നിന്ന് മാറിയിട്ടും എലിശബത്ത് ഒളിച്ചു താമസിക്കുന്നത്? ദൈവം എന്നോട് പറഞ്ഞൊരു പദമുണ്ട്, ഒളിച്ചു താമസിക്കുന്നതിന്റെ പിന്നിലെ രഹസ്യം ഞാൻ പറയാം. നമ്മളിവിടെ ഏറ്റവും അധികം സമ്മാനം കൊടുക്കുന്നത് കല്യാണത്തിന് കയറി പാർക്ക, കുഞ്ഞുങ്ങളുടെ സ്തോത്രം, ബർത്ത്ഡേ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാ നമ്മൾ ഏറ്റവും അധികം സമ്മാനങ്ങൾ കൊടുക്കുന്നത്. പക്ഷേ യഹൂദന്മാരുടെ ചരിത്രം പഠിക്കുമ്പോൾ അവർ ഏറ്റവും അധികം സമ്മാനം കൊടുക്കുന്നത് കല്യാണത്തിനോ കയറി പാർക്കി അങ്ങനെയുള്ള കാര്യങ്ങൾക്കല്ല. പിന്നെയോ അവിടെ അവർ പറയുന്ന ചരിത്രം എങ്ങനെയാ? ഒരു കന്യക വിവാഹം കഴിച്ച് ഗർഭം ധരിച്ച് ലക്ഷണം പുറത്തു വരുമ്പോൾ ഏറിയ സമ്മാനങ്ങൾ കൊടുക്കുമെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ലക്ഷണം പുറത്തു വരിക എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഉദരം പുറത്തേക്ക് ഉന്തി വരും, അല്ലെങ്കിൽ സ്തോത്രം അകത്തു ചലനമുണ്ടാകും. ഇതിന് ലക്ഷണം പുറത്തു വരിക എന്ന് പറയുന്നത്. എലിശബത്ത് 5 മാസം ഒളിച്ചു പാർത്തതിന്റെ പിന്നിലെ രഹസ്യം എന്താന്ന് ചോദിച്ചാൽ ലക്ഷണമൊന്നുമില്ല. നിങ്ങൾ എന്റെ കൂടെയുണ്ടോ? നിന്ന മാറിയിട്ട് ഒളിച്ചു താമസിച്ചതിന്റെ പിന്നിലെ രഹസ്യം ലക്ഷണമൊന്നുമില്ല. ലക്ഷണമില്ലാത്ത സ്തോത്ര വിഷയത്തിനകത്ത് എങ്ങനെ മറുപടി കിട്ടുമെന്ന് ഓർത്തിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അടുത്ത പാരഗ്രാഫ് തുടങ്ങുമ്പോൾ എഴുതി വെച്ചിരിക്കുക ഇങ്ങനെ, 6-ാം മാസം ഗലീലയിലെ നസ്രയത്തിലെ മറിയയുടെ കൂടാരത്തിനകത്തളത്തിലേക്ക് ദൂതൻ ഇറങ്ങി വന്നിട്ട് പറയുന്നു, കൃപ ലഭിച്ചോളെ, നിനക്ക് വന്ദനം, നിനക്കൊരു മകൻ ജനിക്കും, അവൻ യേശുവെന്ന് പേർ വിളിക്കപ്പെടണം. ഈ വാക്ക് കേട്ട മറിയ ചോദിക്കുന്നു, ഞാൻ പുരുഷനെ അറിയായിക, ഇതെങ്ങനെ സംഭവിക്കും? ദൂതൻ പറയുക, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ജനിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഈ വാക്ക് കേട്ട മറിയ സമർപ്പിക്കുവാൻ തയ്യാറായപ്പോൾ വാഗ്ദത്ത സന്തതി മറിയുടെ അകത്ത് ഉരുവായി. സ്വത്രം പറഞ്ഞാട്ടെ. വാഗ്ദത്ത സന്തതി മറിയയുടെ അകത്തുരുവായെങ്കിൽ വചനം പറയുന്നത് എങ്ങനെയാ? ചരിത്രം പറയുന്നത് മറിയയ്ക്ക് ഇപ്പോൾ വീട്ടിനകത്തിരിക്കാൻ കഴിയത്തില്ല. കാരണം ന്യായപ്രമാണം പറയുന്നു, കന്യക വിവാഹം കഴിക്കാതെ കന്യക വിവാഹം കഴിക്കാതെ സ്തോത്ര ഗർഭം ധരിച്ചാൽ വീടിന്റെ പുറത്തിറക്കി കല്ലെറിയണമെന്ന. മറിയ വീട് വിട്ടിറങ്ങി ഓടാൻ തുടങ്ങി. ഓടി 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 മലനാട്ടിലൊരു വീടിന്റെ വാതിൽക്കൽ ചെല്ലുമ്പോൾ ഒരമ്മച്ചി താടിക്കും കൈ കൊടുത്ത് കട്ടളപ്പണിയിലിങ്ങനെ ചാരി നിൽക്കുക. കണ്ടപാടെ കയറി അങ്ങോട്ട് ചെന്നിട്ട് 14-15 വയസ്സുള്ള മറിയ തന്നെ അങ്ങോട്ട് കയറി കെട്ടിപ്പിടിച്ച ആ അമ്മച്ചിക്കൊരു വന്ദനം കൊടുത്തതോ അകത്ത് കിടന്ന പിള്ള തുള്ളാൻ തുടങ്ങി. നിങ്ങൾക്ക് ഈ ദൂത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. 5 മാസം ഒളിച്ചു പാർത്ത വിഷയത്തിനകത്ത് നിന്ന അനുഭവിച്ച, പരിഹാസം അനുഭവിച്ച, തല താഴ്ത്തപ്പെട്ട വിഷയത്തിനകത്തേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങിയപ്പോ ചലിക്കാതെ കിടന്നത് ചലിക്കാൻ തുടങ്ങിയെങ്കിൽ ഇന്ന് പകൽ ആത്മാവ് പ്രവചിക്കുന്നു, ചലിക്കാത്ത ചിലത് ഈ പകൽ ഇതിനകത്ത് ചലിക്കാൻ പോകുക. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് ദൈവത്തിന് ആമേൻ പറഞ്ഞു തുടങ്ങുക. ചലിക്കാത്ത ചിലത് ഇതിനകത്ത് ചലിക്കാൻ തുടങ്ങുന്നു. എവിടെയാ ചലനമറ്റ് പോയത്? ഏത് വിഷയമാ ചലനമറ്റ് പോയത്? ആത്മാവ് പ്രവചിക്കുന്നു, അത് ഇന്ന് വരെ ചലിക്കാൻ പോകുക. അത് നിന്റെ വീട്ടിനകത്തായാലോ, അത് നിന്റെ ഭാവിയിലായാലോ, അത് നിന്റെ ജോലി മേഖലയിലായാലോ, അത് ബിസിനസ്സിനകത്തായാലോ, അത് ശുശ്രൂഷയ്ക്കകത്തായാലോ, അത് അവയവങ്ങളായാലോ, ഇന്ന് പകലാ നാം പ്രവചിക്കുന്നു, ഇത് ചലിക്കുന്ന പകല.
ഓ അഭിഷേകം ഇറങ്ങിയ ചലിക്കാത്തതൊന്നുമില്ല കേട്ടോ. ആത്മമണ്ഡലം ചലിക്കാത്തതൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ വിശ്വസിക്കാം. ചിലതിന്റെ മേൽ അഭിഷേകം കത്താൻ പോകുക, ചിലതിന്റെ മേൽ ആത്മമണ്ഡലം ഇറങ്ങാൻ പോകുക. അത് വിശ്വസിക്കുന്നവർ ഒരുമിച്ച് അഭിഷേകം കത്തട്ടെ, അഭിഷേകം കത്തട്ടെ. നിന്നെ അമ്മ അപവാദം പറഞ്ഞ, നിന്നെ പരിഹസിച്ച, നിന്നെ കളിയാക്കിയവരെ നടുവിൽ ഇതൊരു മറുപടിയുടെ പകല. നിന്റെ തല താട്ടിയ വിഷയത്തിനകത്ത് ഇത് ഒരു മറുപടിയുടെ പകല. അത് വിശ്വസിക്കുന്നവർ ഒരുമിച്ച് കത്തട്ടെ, അഭിഷേകം കത്തട്ടെ, അഭിഷേകം കത്തട്ടെ. ഇത് മറുപടിയുടെ പകല, ഇത് മറുപടിയുടെ പകല. പരിശുദ്ധാത്മാവ് തൊടുകയ, ആത്മമണ്ഡലം തൊടുകയ, പരിശുദ്ധാത്മാവ് ചലിക്കണേ. ചലിക്കുന്നു, ചലിക്കുന്നു. അഭിഷേകം കത്തട്ടെ, അഭിഷേകം കത്തട്ടെ. ഇന്ന് മകൻ ആത്മമണ്ഡലം തൊടുകയോ. നിന്നെ ഒളിച്ചു പാർക്കുന്ന തല മാറുകയോ. ഇനി നീ ഒളിച്ചു താമസിക്കാനുള്ള ആളല്ല. നിന്റെ കഷ്ടതയുടെ കാലം കഴിഞ്ഞു, നിന്റെ കണ്ണുനീരിന്റെ കാലം കഴിഞ്ഞു, നിന്റെ അപമാനത്തിന്റെ കാലം കഴിഞ്ഞു, നിന്റെ പരിഹാസത്തിന്റെ കാലം കഴിഞ്ഞു. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് പ്രവചിച്ചു പറയുന്നു, അഭിഷേകത്താ ചിലത് ചലിക്കുക. തൊടനെ ആത്മാവ് ചിലരെ തൊടുകയോ, ചിലരെ തൊടുകയോ. പരിശുദ്ധാത്മാവ് ചിലരെ തൊടുകയോ. അത് ആത്മാവ് ഇതിനകത്ത് ചലിക്കുന്നു. മാസത്തിന്റെ 6ാമത്തെ ദിനത്തിൽ ആത്മാവ് പ്രവചിക്കുക. ഇതിനകത്ത് സൃഷ്ടി നടക്കാൻ പോകുക, സൃഷ്ടി നടക്കാൻ പോകുക, സൃഷ്ടി നടക്കാൻ പോകുക. ആത്മാവ് പറയുന്നു, അവൻ സൃഷ്ടി വെളിപ്പെടുന്ന അസാധാരണ ദൈവശക്തി. തൊടട്ടെ, പരിശുദ്ധാത്മാവ് തൊടട്ടെ, ആത്മാവ് തൊടട്ടെ, തൊടട്ടെ. ദൈവശക്തിയോടെ ആത്മാവ് പിടിക്കുന്നതിന് ഓ പിടിച്ചു വെച്ച മേഖലകൾ പൊട്ടട്ടെ, പിടിച്ചു വെച്ച മേഖലകൾ പൊട്ടട്ടെ. നമ്മുടെ ഉണർവിനെ പിടിച്ചു വെച്ച, ചലിക്കാൻ അനുവദിക്കാത്ത ഈ പട്ടണത്തിനകത്ത് ഉണർവിനെ ചലിക്കാൻ അനുവദിക്കാത്ത ഈ പട്ടണത്തിനകത്ത് അവന്റെ തലമുറകളെ ദൈവത്തിലേക്ക് തിരിയാൻ അനുവദിക്കാതെ അവനെ പിടിച്ചു വെച്ച മേഖലകൾ ഇന്ന് മകൾ പൊട്ടി അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ചലിക്കാത്ത ചില മേഖലകൾ ഇതിനകത്ത് ചലിച്ചു തുടങ്ങട്ടെ. പരിശുദ്ധാത്മാവ് തൊടട്ടെ, ആത്മാവ് സ്പർശിക്കട്ടെ. ഇതിനകത്ത് ദൈവശക്തി ചലിക്കട്ടെ, ദൈവാത്മാവിന്റെ തീ ഇതിനകത്ത് ഇറങ്ങട്ടെ. ഇത് ചലിക്കുന്ന മകന, ഇത് ചലിക്കുന്ന മകന, ഇത് ചലിക്കുന്ന മകന. ഇത് മറുപടിയുടെ പകല. ഇനി തന്നെ ഒതുക്കാൻ കഴിയത്തില്ല, ഇനി തന്നെ പൂത്തിവെക്കാൻ കഴിയത്തില്ല, ഇനി തന്നെ പിടിച്ചു വെക്കാൻ കഴിയത്തില്ല. ആത്മാവ് ദൂത് പറയുക, 6 മാസമേ 5 മാസമേ നിന്റെ വിഷയത്തെ പിടിച്ചു വെക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ആത്മാവ് ദൂത് പറയുന്നു, 2025 വരെ നിന്നെ ഒതുക്കാൻ പറ്റത്തുള്ളൂ. നിന്റെ ഭാവിയെ ഈ 25 വരെ ഒതുക്കാൻ പറ്റത്തുള്ളൂ. 2026 ഇത് ചലിക്കുന്ന വർഷമോ. കത്തട്ടെ, 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 അഭിഷേകം കത്തട്ടെ. ഇത് ചലിക്കുന്ന വർഷമോ. ഇത് ആത്മാവിന്റെ ചലനം വെളിപ്പെടുകയോ. എഴുന്നേറ്റ് നിന്ന് ആരാധിക്കാൻ തോന്നുന്നവ എഴുന്നേറ്റ് നിന്ന് ആരാധിച്ചോ. എഴുന്നേറ്റ് നിന്ന് ആരാധിക്കണമെന്നുള്ളവ എഴുന്നേറ്റ് നിന്ന് ആരാധിച്ചു തുടങ്ങ. ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയുന്നവ
ആത്മാർത്ഥമായി അഭിഷേകത്തെ സ്വീകരിക്കുന്നവർ, ആത്മാവിൽ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നവർ, നൃത്തം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, നൃത്തം ചെയ്ത് ആരാധിച്ചു തുടങ്ങുക. കേട്ടു പോട്ടെ. ഓ രാഷാല ധാര 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 ആത്മശക്തിയോടെ അഭിഷേകത്തിന്റെ ശക്തിയെ സ്വീകരിക്കുക. ഇതിനകത്ത് ആത്മമണ്ഡലം ചലിക്കുന്നുണ്ടെന്നോ, ഇതിനകത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നുണ്ടെന്നോ, ഇതിനകത്ത് ദൈവാത്മാവ് ചിലരെ തൊടുന്നുണ്ടെന്നോ. ആരൊക്കെ പരിശുദ്ധാത്മാവ് തൊടുന്നത്, ആരൊക്കെ ദൈവാത്മാവ് സ്പർശിക്കുന്നത് കർത്താവിനെ കാണിക്കുന്നു. ചിലതിന്റെ കെട്ടുപൊട്ടിയ, ചിലരുടെ കെട്ടുപൊട്ടുക. ഇത് ചലിക്കുന്ന പകല, ഇത് ചലിക്കുന്ന പകല, ഇത് ചലിക്കുന്ന പകല. Come on! അഭിഷേകം ഒരു നിമിഷം എല്ലാവരും കണ്ണുകൾ അടച്ചേണ്ട ദിവസം ഞാനൊരു ദൂത് പറയട്ടെ. അടയപ്പെട്ടു പോയ പൗരോഹിത്യ കുടുംബത്തിനകത്തേക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ച ഭക്തന്റെ ഈ കുടുംബത്തിലെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം പരിശുദ്ധാത്മാവ് കൈമാറിയത്. അങ്ങനെ ഞാൻ പറയുന്നു, അടയപ്പെട്ട മേഖലകളെ, ചലിക്കാതെ കിടക്കുന്ന ചിലതിനെ ചലിപ്പിക്കുന്ന ഒരു അഭിഷേകം ഇതിനകത്ത് ദൈവാത്മാവ് പകരുന്നു. രണ്ട് കാര്യം പറയാം. അഭിഷേകത്തിന്റെ ചലനം വെളിപ്പെട്ടപ്പോഴാണ് ചരിത്രങ്ങൾ വെളിപ്പെടാൻ തുടങ്ങിയത്. പുതിയ നിയമത്തിൽ ആദ്യത്തെ ചരിത്രം യോഹന്നാന. ചരിത്രത്തെ തിരിക്കുന്ന ഒരു പുറപ്പെടൽ യോഹന്നാനിലൂടെ തുടങ്ങുന്നേ. ആത്മാർത്ഥമായിട്ട് ദൈവസഭയോട്, എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, അഭിഷേകം ചലിച്ചാൽ ചരിത്രങ്ങൾ ഇതിനകത്തുനിന്ന് ഉടലെടുക്കും. വാഗത്താന ചർച്ച് ഓഫ് ഗോഡ് ദൈവസഭ ചരിത്രത്തിനകത്തിടം പിടിച്ച സഭയാണ്. പക്ഷേ ഇന്ന് ആ സഭ മങ്ങിപ്പോയെങ്കിൽ അതിനൊറ്റ കാരണമുള്ളൂ, ചലിക്കാതാക്കിയത് ഏതോ ചില മേഖലകളാണ്. ഇന്ന് പകൽ യുവവാസത്തിൽ 6ാമത്തെ ദിനത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് വിളിച്ചു പറയട്ടെ, എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, ആ ചലിക്കാതെ കിടക്കുന്നതിനെ ആത്മാവിൽ ഒരു എൻകൗണ്ടർ ഇതിനകത്ത് നടന്നാൽ പണ്ടത്തെ പോലൊരു നല്ല കാലഘട്ടം സ്വർഗം നമുക്ക് മുമ്പിൽ തുറക്കും. ഒരു കൂട്ടം തലമുറകൾ ഇതിനകത്ത് ആത്മാവിൽ പുറത്തു വരണം. ഒരു ജനറേഷനകത്ത് ദൈവസഭയിൽ നിന്ന് അനേകം അഭിഷക്തന്മാർ, പ്രവാചകന്മാർ എഴുന്നേറ്റെങ്കിൽ ഒരു 20 വർഷത്തിനിടയ്ക്ക് ഒരാളെ ഇതിനകത്ത് എഴുന്നേക്കാൻ കിട്ടിയിട്ടില്ല. ഇത് സഭയുടെ പരാജയമാണ്. ഞാൻ പറയട്ടെ, എൻ്റെ സഭ ഇവിടുത്തെ സഭ എന്ന് പറഞ്ഞ് താരതമ്യം ചെയ്യാനല്ല ഞാൻ ആഗ്രഹിക്കുന്നു. സഭ ദൈവത്തിൻ്റെയാ. ആ സഭ, അത് ഡിനോമിനേഷൻ ഏതുമാകാം, പേരേതുമായിക്കൊള്ളട്ടെ, പക്ഷെ സഭ ദൈവത്തിൻ്റെയാ. ആ സഭ വളരണം. ഞാൻ ആഗ്രഹിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇവിടുത്തെ സകല സഭകളും നിറയണം. ഒരു കാലഘട്ടത്തിൽ ആ സഭ വലുതായിരുന്നു പറയുന്നതല്ല, ഇന്നും ആ സഭ അതുപോലെ തന്നെ ചലിക്കുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, 8000-ത്തിലധികം കുടുംബങ്ങൾ ദൈവത്തെ അറിയാൻ ഇനിയുമുണ്ട് ഇവിടെ. അവരൊക്കെ നമ്മുടെ സഭയ്ക്കകത്ത് വരണമെങ്കിൽ ഒറ്റ കാര്യം, നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെയെന്ന് ചോദിച്ചാൽ അവർ വരത്തില്ല. അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരല്ല ഇന്നത്തെ ജനം. നിന്നെ സ്നേഹിക്കുന്നൊരു യേശു ഉണ്ടെന്ന് പറയാൻ ഇതിനകത്ത് നിന്ന് എത്ര പേർ ഇറങ്ങുന്നവരുണ്ട്?
അതിന് കഴിയണമെങ്കിൽ നമ്മൾ ഈ ലോകത്തെ സ്നേഹിച്ചു പറ്റും. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയട്ടെ, 6 വർഷത്തിൽ 2.5 വർഷം കോവിഡ് കൊണ്ടുപോയി. ബാക്കി 3.5 വർഷം അല്ലേ, ബാക്കി 3.5 വർഷമേ എനിക്കിവിടെ പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. ഇന്ന് എൻ്റെ സഭയ്ക്കകത്ത് 100 അധികം ആൾക്കാർ വരുന്നുണ്ട്. ഒറ്റ കാരണം, ഒന്ന്, അഭിഷേകത്തിന് ഞാൻ പ്രാധാന്യം കൊടുത്തു. 2, ഞാൻ ജനത്തെ സ്നേഹിക്കുന്നവനാ. ഞാൻ ചിരിക്കും, സംസാരിക്കും, തോളിൽ കൈയിടും. എനിക്ക് ഒരു വിശ്വാസിയല്ല വേണ്ടത്, എനിക്കൊരു മനുഷ്യനെ വേണ്ടത്. കാരണം തെറ്റ് പറ്റാത്തവരാരുമില്ല പ്രിയപ്പെട്ടവരെ. അവൻ കൊള്ളത്തില്ലാത്തവനെന്ന് നിങ്ങൾ വിധി എഴുതാൻ നിങ്ങൾ ആരാ? കൊള്ളത്തില്ലാത്ത അഴുക്ക് ചാലിക്കിടന്ന് എന്നെയും നിങ്ങളെയും യേശു സ്നേഹിച്ചതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവരെയും ദൈവത്തിന് കൊള്ളാവുന്നവരാ. പിന്നെ നമ്മുടെ സ്റ്റാറ്റസ് അതിന് അനുവദിക്കുന്നില്ലെങ്കിൽ കുഞ്ഞെ, എന്ന ഈ സ്റ്റാറ്റസ് ഒക്കെ നമുക്ക് ഉണ്ടായോ? ഈ കർത്താവിനെ അറിഞ്ഞതിന് ശേഷമല്ലേ നമുക്ക് നമ്മുടെ സഹോദരങ്ങളോട് മിണ്ടി തുടങ്ങാം, നമ്മുടെ അയൽവക്കംകാരോട് മിണ്ടി തുടങ്ങാം, നമ്മുടെ സ്നേഹിതന്മാരെ നമുക്ക് സ്നേഹിച്ചു തുടങ്ങാം, അവരെ നമുക്ക് ക്രിസ്തുവിൽ ആദായപ്പെടുത്താൻ നമുക്ക് അവരെ ക്ഷണിക്കാം. എന്തുകൊണ്ട് നമുക്ക് അവരോട് യേശുവിനെ അറിയണമെന്നും ഞങ്ങളുടെ ആലയത്തിലേക്ക് വരാൻ പറ്റാത്തതിന്റെ കാരണം നമ്മൾ അവരെ സ്നേഹിക്കുന്നില്ല, നമ്മൾ അവരെ കരുതുന്നില്ല. ആത്മാർത്ഥമായിട്ട് പറയട്ടെ, ഈ സഭ വളരണം. നാളെ എനിക്കും പറയാമല്ലോ, ഞങ്ങളുടെ നാട്ടിലെ സഭകളെ ഒന്നും പിശാചിന് പിടിക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങളുടെ നാട്ടിലെ സഭകൾ ആർത്തു വളരുന്ന സഭകളാണ്. നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ഹലോ, ഇവിടെ 10 കുടുംബം വന്നാൽ എനിക്ക് സന്തോഷമോ മമ്മി? കാരണം എന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരുന്നുണ്ടല്ലോ. ഒരാമ്മയും പറഞ്ഞേ, ഈ സഭ പൂട്ടണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാറില്ല. അത് ആ ആത്മാവ് വേറെയാ. അങ്ങനെയുള്ള പാസ്റ്റർമാരുണ്ടെങ്കിൽ അവരൊന്നും സഭയ്ക്കകത്ത് അടുപ്പിക്കരുത്. കൂട്ടുപോലും വീട്ടിൽ കയറ്റല്ലേ, അവൻ ദുരാത്മാവ് പ്രാപിച്ചു. സ്തോത്രം പറഞ്ഞേ. 33,000 പോപ്പുലേഷൻ ഇവിടുത്തെ. അതിന് ഒരു 4,000 പേര് കാണുമോ അങ്കിളെ വിശ്വാസികൾ വാഗ്ദാനത്ത്? ബാക്കിയുള്ള ബ്രദറെ മനസ്സിലാകുന്നുണ്ടോ? 33,000 പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ 4,000 പോലും വിശ്വാസികളില്ല. ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയാണ്? അക്രൈസ്തവരാ, കർത്താവിനെ അറിയാത്തവരാ. ഇവരെല്ലാം ദൈവസഭയ്ക്കകത്ത് പറഞ്ഞു. ഒരു 10 കുടുംബം വന്നെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുശുമ്പ് കാണിക്കുന്നില്ലെന്ന്. അച്ഛാ പ്രാർത്ഥിക്കണ അച്ഛാ, കണക്ക് ഈ പ്രാവശ്യത്തെ കണക്ക് ഞാൻ എടുത്തു തരാം. ഈ ഇലക്ഷനിൽ കിട്ടിയത് ഇത് കഴിഞ്ഞ വർഷത്തെയാ. ഈ ഇലക്ഷന്റെ കണക്ക് ഞാൻ എടുത്തു തരാം. വർദ്ധിച്ചിട്ടുണ്ടാവും പോപ്പുലേഷൻ. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ഉണരാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കണ്ടോ, നമ്മുടെ കേരളത്തിനകത്ത് പോലും കരോൾ സർവീസിന് ഇറങ്ങിയവരെ പിടിച്ചടിച്ചു. നമ്മൾ ശക്തി പ്രകടനത്തിന് പോകണ്ടെന്നേ, നമുക്ക് ശക്തിയുള്ളൊരു ദൈവമുണ്ടെന്ന് തെളിയിക്കാം. എന്റെ കൂടെ പറഞ്ഞേ, ഞാൻ എൻ്റെ വാക്കുകൾ പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കാം. ഒറ്റ കാര്യം, കുഞ്ഞോറാച്ചൻ്റെ ഒക്കെ കാലഘട്ടത്തിനകത്ത് ഈ സഭയ്ക്കകത്ത് തീയായിരുന്നു ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് 15-16 വർഷത്തെ പെന്തക്കോസിനകത്തെ പരിചയം പഴക്കമുള്ളൂ, അത്രയേ ഉള്ളൂ. വിശ്വാസി പഠനം, ബൈബിൾ കോളേജ്, ശുശ്രൂഷയെല്ലാം കൂടെ. പക്ഷെ ചരിത്രം എനിക്കറിയാം. ഈ മണ്ണിനകത്ത് വലിയൊരു ചരിത്രം ഉറങ്ങിക്കിടപ്പുണ്ട്. ആ ചരിത്രത്തെ ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. അത് ഞാൻ പൊട്ടിച്ചതാ. ഇനി അതിനകത്തൊരു ദൈവപ്രവൃത്തി ഉണ്ടാകും. ആ മേഖല പൊട്ടിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അത് ഞാൻ പൊട്ടിച്ചത് ഈ പട്ടണത്തിനകത്ത്. ആ ചരിത്രം പിന്നെ ഒരു പ്രാവശ്യം വരുമ്പോൾ ഞാൻ പറയാം എന്താന്നുള്ളത്. സമയമില്ലെങ്കിൽ നിർത്തുക. ഒറ്റ കാര്യം, നമുക്ക് ഉണരണം. നമ്മുടെ സഭകൾക്കകത്ത് ജനം കയറണം. ഹലോ, ഞാൻ പറയുന്നു, ലക്ഷങ്ങൾ മുടക്കി കൺവെൻഷൻ നടത്താൻ പറ്റിയില്ലെങ്കിലും ഞാൻ ഒരു കൺവെൻഷൻ നടത്തിയതാ, ഒറ്റ മനുഷ്യൻ കയറിയില്ല. പക്ഷെ ഉപവാസമാണ് ഏറ്റവും എഫക്റ്റ്. ഒരു സ്വത്രം പറ. ആമേ. ചില വീടുകൾക്കകത്ത് പരിശുദ്ധാത്മാവ് കയറും. 2, നമ്മൾ അവരോട് പ്രാർത്ഥിക്കാം, ദൈവം അവരെ സഹായിക്കും. നമ്മൾ വിളിക്കും, നമ്മൾ അടുത്തുള്ളവരോട് സംസാരിക്കും, അടുത്തുള്ളവരോട് ആമേ പറ, ഞങ്ങളുടെ ചർച്ചിനകത്ത് വാ, ദൈവം സഹായിക്കുമെന്ന് പറ, ദൈവം അത്ഭുതം ചെയ്യുമെന്ന് പറ. നമ്മുടെ സഭയ്ക്കകത്ത് ജനം കയറും. എൻ്റെ ചർച്ചിനകത്ത് അങ്ങനെ ആൾ വരുന്നത് മൊത്തം ഞാൻ എൻ്റെ ചർച്ചിലെ വിശ്വാസികളെ അങ്ങനെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ പറയണം, അവരെ കൊണ്ടുവരണം. വരത്തില്ല അങ്ങളെ? അങ്ങൾ പറഞ്ഞാൽ 2 പേരും വരത്തില്ലേ? നാളെ കൊണ്ടുവരണം. ഒരു സ്വത്രം പറഞ്ഞേ. സഭ വളരട്ടച്ചാ, നമുക്ക് വാഗത്താനും പിടിക്കണ്ടേ? വേണ്ടേ? വേണം. സ്തോത്രം. നമുക്ക് ഒരുമിച്ച് നിൽക്കാം. കർത്താവ് സഹായിക്കട്ടെ. ഒരു നിമിഷം കണ്ണുകളുടെ ചാട്ടെ. കർത്താവേ,
അടുത്തൊരു ജനറേഷൻ, ആത്മനിറവിൽ നിൽക്കുന്ന ഒരു തലമുറ ഈ സഭയ്ക്കകത്തുനിന്ന് പുറത്തു വരണം. ചില വർഷങ്ങൾ കൊണ്ട് പിശാച് പൂട്ടി എന്ന് പറഞ്ഞ് അവകാശം പറയുന്ന ഇടത്ത് നിന്ന് ആത്മാവിൽ ജ്വലിക്കുന്ന ഒരു തലമുറയെ ഈ സഭയ്ക്കകത്ത് നിന്ന് പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവരണം. ഞാൻ അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. സ്വർഗം അതിനായി ചെയ്യും, അത്ഭുതങ്ങൾ ഇതിനകത്ത് വെളിപ്പെടുത്തും. ഞാൻ ഈ ജനത്തെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സ്വർഗം അനുഗ്രഹിക്കട്ടെ, ദൈവം സഹായിക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു സോ മച്ച്.